നമുക്ക് ഇതിലെ ഒരുപാട് ഭാഗങ്ങളിൽ വരുന്നതാണ് സ്റ്റേഷനറി വേവ്സ് എന്ന ചാപ്റ്ററിൽ. സ്റ്റേഷനറി വേവ്സിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അത് പറയുമ്പോൾ നമ്മൾ ആദ്യം എന്ത് പറയണമെന്നറിയോ? പ്രോഗ്രസീവ് വേവിൽ നിന്നുള്ള വ്യത്യാസം മനസ്സിലാക്കണം. പ്രോഗ്രസീവ് വേവ് ആണെങ്കിൽ ഇതിൽ അപ്പിയേഴ്സ് ടു ബി മൂവിങ് ആയിരിക്കും. അത് നമുക്ക് പോകുന്ന പോലെ തോന്നും. രണ്ടാമത്തത്, അവിടെ ഒരു നെറ്റ് എനർജി ട്രാൻസ്ഫർ ഉണ്ടാവും. ആ നെറ്റ് എനർജി ട്രാൻസ്ഫർ ഒരിക്കലും സീറോ ആവില്ല. പക്ഷെ സ്റ്റേഷനറി വേവിനെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് അവിടെ നിൽക്കുന്ന പോലെ തോന്നും. അപ്പിയേഴ്സ് ടു ബി സ്റ്റേഷനറി. അതേപോലെ നെറ്റ് എനർജി ട്രാൻസ്ഫർ എന്താവും? സീറോ ആയിട്ട് മാറും. ഇതാണ് നമ്മൾ ആദ്യം പ്രോഗ്രസീവ് വേവും സ്റ്റേഷനറി വേവും തമ്മിലുള്ള ഡിഫറൻസ് അറിയേണ്ടത്. ഇനി നമുക്ക് ഈ സ്റ്റേഷനറി വേവ് കിട്ടാൻ രണ്ട് കാര്യങ്ങൾ അത്യാവശ്യമാണ്. ഒന്ന് ഇതാണ്, സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ രണ്ട് വേവുകൾ കൂടിച്ചേരുന്നു. y1 y2 എന്ന് പറയുന്ന രണ്ടാളുകൾ കൂടി ചേർന്നാൽ ഉണ്ടാകുന്ന റിസൾട്ടന്റ് വേവിന്റെ ഡിസ്പ്ലേസ്മെന്റ് കാണാനുള്ള ഇക്വേഷൻ ആണ് y = y1 + y2. ഇനി നമുക്കിത് കാണണമെങ്കിൽ മറ്റൊരു കാര്യം കൂടെ വേണ്ടത് ഇതാണ്, റിഫ്ലക്ഷൻ ഓഫ് എ വേവ്. ഒരു വേവ് റിഫ്ലക്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? ഇത് തന്നെ നമുക്ക് രണ്ട് സ്ഥലങ്ങളിൽ നിന്ന് റിഫ്ലക്ഷൻ പഠിക്കണം. ഇതൊരു റിജിഡ് ബൗണ്ടറിയാണ്, ഇതൊരു നോൺ റിജിഡ് ബൗണ്ടറിയാണ്. റിജിഡ് ബൗണ്ടറിയിൽ നമ്മൾ ഒരു പൾസ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് തട്ടിയിട്ട് തിരിച്ചു വരുന്ന പൾസ് ഇങ്ങനെ ആയിരിക്കും റിജിഡ് ആണെങ്കിൽ. നേരെ തിരിച്ച് നോൺ റിജിഡ് ആണെങ്കിൽ ഇങ്ങനെ ഒരു പൾസ് പോയിട്ട് ഇതുമാ തട്ടിയിട്ട് തിരിച്ചു വരുമ്പോൾ ഇങ്ങനെ തന്നെയാണ് വരിക. ഈ രണ്ട് കാര്യങ്ങൾ. ഇവിടെ ഡയറക്ഷൻ മാറിയോ? ഒന്നാമത്തെ കേസിൽ മാറി. ഫേസ് ഡിഫറൻസ് ഉണ്ടോ? ഉണ്ട്. എത്രയാ ഫേസ് ഡിഫറൻസ്? പൈ. രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെയുള്ളത് ഇങ്ങനെ ആയാൽ പൈ ആയിരിക്കും ഫേസ് ഡിഫറൻസ് വരിക. ഇനി ഈ ഒരു കേസിൽ നോക്കൂ, ഡയറക്ഷൻ മാറിയോ? മാറി. ഫേസ് ഡിഫറൻസോ? 0. നോൺ റിജിഡ് എന്നാണ് റിഫ്ലക്ട് ചെയ്യുന്നതെങ്കിൽ ഫേസ് ഡിഫറൻസ് എത്രയായിരിക്കും? 0 ആണ്. ഇങ്ങനെ കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാലാണ് നമ്മൾ സ്റ്റേഷനറി വേവിന്റെ ഇക്വേഷൻസിലോട്ട് നമ്മൾ പോകുന്നത്. നമ്മൾ സ്റ്റേഷനറി വേവിന്റെ കൂടെ തന്നെ ചേർത്ത് വായിക്കേണ്ട ആളാണ് ബീറ്റ്സ് എന്ന് പറയുന്നത്. ആ ബീറ്റ്സിലും സ്റ്റേഷനറി വേവിലുള്ള വ്യത്യാസം ഞാനൊന്ന് പറയാം. രണ്ട് വേവുകൾ കൂടിച്ചേരാണ് ഇവിടെ. അത് കൂടിച്ചേരുന്നത് ഒരു സ്ട്രിങ് ഉണ്ട്. ആ സ്ട്രിങ്ങിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഒരു വേവ് ഇവിടുന്ന് ഇങ്ങനെ എത്തി. അവിടുന്ന് ഇത് റിജിഡ് ആയതുകൊണ്ട് ഫേസ് ഡിഫറൻസ് പൈ വന്നിട്ട് ഇങ്ങനെയാണിത് തിരിച്ചു വന്നത്. അപ്പൊ രണ്ട് വേവുകളാണ് ഇനി ഞാൻ വരക്കാൻ പോണത്. അതില് ഒന്ന് ഇങ്ങനെയാണ്. ഇതാണ് നമ്മുടെ സ്ട്രിങ് എങ്കിൽ ഞാൻ ആ രണ്ട് വേവുകളാണ് കാണിക്കാൻ പോകുന്നത്. ഇതില് ഈ വൈറ്റിലുള്ള ആളാണ് ഇൻസിഡന്റ് വേവ്. തിരിച്ചു വന്ന ഇയാളാണ് ആര്? റിഫ്ലക്റ്റഡ് വേവ്. ഇതിൽ നമുക്ക് രണ്ട് വേവുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്തിട്ട് കൂടി ചേരുമ്പോഴാണ് സ്റ്റേഷനറി വേവ് ഉണ്ടാവുക.
ബീറ്റ്സ് ആണെങ്കിൽ ഒരേ ഡയറക്ഷനാണ്. ബീറ്റ്സിൽ സെയിം ഡയറക്ഷനും സ്റ്റേഷനറി വേവിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള രണ്ട് വേവുകളാണ് കൂടിച്ചേരുന്നത്. ഇനി ഈ ഇൻസിഡന്റ് വേവ് പോകുന്നത് എക്സ് ഡയറക്ഷനിലാണ്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ ഞാൻ എ സൈൻ ഒമേഗ ടി മൈനസ് കെ എക്സ് എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ റിഫ്ലക്റ്റഡ് വേവിൻ്റെ ഇക്വേഷൻ എ സൈൻ ഒമേഗ ടി പ്ലസ് കെ എക്സ് എന്ന് വരും. കാരണം ഡയറക്ഷൻ മാറി. അതിന് പുറമെ ഒരു പ്ലസ് പൈ എന്ന ഫേസ് ഡിഫറൻസും കൂടെ ഉണ്ടാവും. അല്ലെങ്കിൽ എനിക്ക് ഈ ഇക്വേഷനെ സൈൻ പൈ പ്ലസ് തീറ്റയെ മൈനസ് എ സൈൻ തീറ്റ എന്ന് എഴുതാം. എന്ന് പറഞ്ഞാൽ ഒമേഗ ടി പ്ലസ് കെ എക്സ് ആണ്. ഞാനിവിടെ എടുത്തത് റിജിഡ് ബൗണ്ടറികളാണെന്ന് അർത്ഥം. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി. ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കൂ, ഇവിടെ രണ്ടാളുകളുടെയും ആംപ്ലിറ്റ്യൂഡുകൾ സെയിം ആണ്. രണ്ടാളുകളുടെയും ഫ്രീക്വൻസികൾ സെയിം ആണ്. രണ്ടാളുകളുടെയും വേവ് ലെങ്ത്തും എന്താണ്? സെയിം ആണ്. അതുകൊണ്ട് ആരൊക്കെ സെയിം ആവും? വെലോസിറ്റിയും സെയിം ആവും. അപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെന്ന് കിട്ടി. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്ന രണ്ടാളുകളാണ്. ആംപ്ലിറ്റ്യൂഡ് രണ്ടാളുകളുടേത് സെയിം ആണോ? ആണ്. ഫ്രീക്വൻസി രണ്ടാളുകളുടേത് സെയിം ആണോ? ആണ്. അതേപോലെ ഫ്രീക്വൻസി കഴിഞ്ഞിട്ട് നമ്മൾ വേവ് ലെങ്ത് രണ്ടാളുകളുടേത് സെയിം ആണോ? ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാളുകളുടെയും വെലോസിറ്റികളും എന്താണ്? സെയിം ആണ്. മറ്റൊരു കാര്യം നിങ്ങളിവിടെ നന്നായി ശ്രദ്ധിക്കേണ്ടത്, ആ വെലോസിറ്റി ഏതെങ്കിലും ഒരു വേവിന്റെ ഇക്വേഷൻ ആ വെലോസിറ്റി നമ്മൾക്ക് ഒമേഗ ബൈ കെ എന്ന് എഴുതിക്കൂടെ? നമ്മൾ പഠിച്ചതാണ്. അല്ലെങ്കിൽ ന്യൂ ലാംഡ എന്ന് എഴുതിക്കൂടെ? എഴുതാം. അല്ലെങ്കിൽ വെരി ഇമ്പോർട്ടൻ്റ് റൂട്ട് ടി ബൈ മ്യൂ എന്ന് എഴുതാം. ഇത് ഉപയോഗിച്ചിട്ട് ഇതും കൂടെ കണക്ട് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ നമ്മളെ NCERT-യിലുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ കൂടിച്ചേർന്ന ഓരോ വേവുകളുടെയും വെലോസിറ്റി കാണാൻ ഒമേഗ ബൈ കെ കാണാം, അല്ലെങ്കിലോ ന്യൂ ലാംഡ കാണാം, അല്ലെങ്കിലോ റൂട്ട് ടി ബൈ മ്യൂ എന്നും കാണാം. നമുക്ക് വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻസുമായി ഇനി നമ്മൾക്ക് ഈ കൂടിച്ചേർന്ന വേവിൻ്റെ ഇക്വേഷൻ ഒന്ന് ഉണ്ടാക്കി നോക്കാം. നമ്മൾ ആ സ്റ്റേഷനറി വേവിൻ്റെ ഇക്വേഷൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിക്കണം. അപ്പോൾ വൈ റിസൾട്ടൻ്റ് ആണ് സ്റ്റേഷനറി വേവ് ആയിട്ട് മാറുന്നത് ഈക്വൽ ടു വൈ ഇൻസിഡൻറ്റ് പ്ലസ് വൈ റിഫ്ലക്റ്റഡ് ചെയ്യണം. എന്നിട്ട് നമുക്ക് കിട്ടുന്ന സ്റ്റേഷനറി വേവിൻ്റെ ഇക്വേഷൻ ഞാൻ നേരത്തെ എഴുതിയ ഇക്വേഷൻ പ്രകാരമാണെങ്കിൽ CD ഫോർമുല കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2a sin kx ഇൻറ്റു കോസ് ഒമേഗ ടി എന്ന ഇക്വേഷനാണ് കിട്ടുക. അപ്പോൾ സ്റ്റേഷനറി വേവിൻ്റെ ഇക്വേഷൻ എന്താ വന്നത്? 2a sin kx ഇൻറ്റു കോസ് ഒമേഗ ടി. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് ഞാൻ അവിടെ എഴുതാം. നിങ്ങൾക്ക് സ്റ്റേഷനറി വേവിനെ തിരിച്ചറിയാൻ സൈൻ ഇൻറ്റു കോസ് ഈ മോഡൽ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ കോസ് ഇൻറ്റു സൈൻ. ഇതെന്താ ഞാൻ മാറ്റിയത്? ഈ കോസ് ഇവിടെ ആവാം, കോസ് കെ എക്സ് ഇൻറ്റു സൈൻ ഒമേഗ ടി ആ രീതിയിൽ വരാം, അല്ലെങ്കിൽ കോസ് ഇൻറ്റു കോസ് വരാം, അല്ലെങ്കിൽ സൈൻ ഇൻറ്റു സൈൻ വരാം. ഇങ്ങനെ കെ എക്സ് ഒമേഗ ടി മാറി വരുന്ന ഇക്വേഷൻസ് ഒക്കെ ഏതിൻ്റെതായിരിക്കും? സ്റ്റേഷനറി വേവ്സിൻ്റെ ഇക്വേഷൻസ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഇതാണ് സ്റ്റേഷനറി വേവിൻ്റെ ഇക്വേഷൻ എങ്കിൽ ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കൂ. ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് അല്ല. ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് 2a sin kx ആണ്. ആംപ്ലിറ്റ്യൂഡ് ഒരു കോൺസ്റ്റന്റ് അല്ല. നേരത്തെ നമ്മൾ വേവിൻ്റെ ഇക്വേഷനിൽ a എന്നാണ് ആംപ്ലിറ്റ്യൂഡ് വന്നത്. അപ്പോൾ ഇവിടെ വന്ന് 2a sin kx എന്നാണ് വരുന്നത്.
അതേപോലെ ബീറ്റ്സിൽ വരുമ്പോൾ അതൊരു ടൈമിന്റെ ഫംഗ്ഷൻ ആയിരിക്കും. ഇവിടെ ഏത് ഫംഗ്ഷനാ? എക്സ് ആണ്. അപ്പോൾ ഒമേഗ ടി വരുന്ന ടൈം ആയിരിക്കും ബീറ്റ്സിലെ ആംപ്ലിറ്റ്യൂഡ് വരിക. അപ്പോൾ ഇവിടെ ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റന്റ് അല്ല, ശ്രദ്ധിക്കണം കേട്ടോ. ഈ ആംപ്ലിറ്റ്യൂഡ് ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്, എക്സിനനുസരിച്ച് മാറും. ഒന്നാമത്തെ കാര്യം. ഇതിന് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എത്രയാ? 2a ആണ്. രണ്ടാമത്തെ കാര്യം, സ്റ്റേഷനറി വേവിന്റെ ഇക്വേഷനിൽ നിന്ന് ഓരോ വേവിന്റെയും, ഇൻസിഡന്റ് വേവിന്റെയും റിഫ്ലക്റ്റഡ് വേവിന്റെയും ആംപ്ലിറ്റ്യൂഡ് കിട്ടും അല്ലേ? അപ്പൊ ഞാന് ഓരോ വേവുകളുടെയും ആംപ്ലിറ്റ്യൂഡ്, ഈച്ച് വേവ് കൂടിച്ചേർന്ന ഓരോരുത്തരുടെയും ആംപ്ലിറ്റ്യൂഡ് കിട്ടണമെങ്കിൽ ഇവിടുത്തെ സംഖ്യ എടുക്കുക. അതെത്രയാ? 2a. അതൊരു സംഖ്യ ആയിരിക്കും. നമുക്ക് ക്വസ്റ്റ്യനിൽ തരുമ്പോൾ /2 ചെയ്താൽ പോലെ ആംപ്ലിറ്റ്യൂഡ് കിട്ടും. മൂന്നാമത്തെ കാര്യം, ഓരോ വേവിന്റെയും ഫ്രീക്വൻസി കിട്ടും. അതിന് ഈ സ്റ്റേഷനറി വേവ് എന്നുള്ള ഒമേഗ എടുത്തിട്ട് 2π സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ ന്യൂ എന്ന് പറയുന്നത് ഈച്ച് വേവിന്റെ ഫ്രീക്വൻസിയാണ്. അപ്പോൾ y ഇൻസിഡന്റും y റിഫ്ലക്റ്ററിന്റെ എല്ലാ കാര്യങ്ങളും ഇതൊന്ന് കിട്ടും. ഇനി ഓരോ വേവിന്റെയും വേവ് ലെങ്ത് നമ്മൾക്ക് കിട്ടും. ഈ k ഉപയോഗിച്ചിട്ട് k നമുക്ക് എന്താ എഴുതാം? 2π/λ ഈച്ച് വേവ് എന്ന് എഴുതാം. അപ്പോ ലാംഡ ഈച്ച് വേവ് നമുക്ക് കിട്ടും. ഇനി അടുത്തത്, ഒമേഗയും കെയും കിട്ടിയാൽ ഓരോ വേവിന്റെയും വെലോസിറ്റി കിട്ടൂലേ? കിട്ടും. എങ്ങനെയാ? ω/k, അല്ലെങ്കിലോ ന്യൂലാംഡ, അല്ലെങ്കിലോ √T/u. 5 കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു സ്റ്റേഷനറി വേവിന്റെ ഇക്വേഷൻ നമ്മൾ മനസ്സിലാക്കി വെക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇതിന്റെ ആംപ്ലിറ്റ്യൂഡുകൾ 2a sin kx ആണ്. അത് വേരിയബിൾ ആണ്. അത് ഫംഗ്ഷൻ ഓഫ് എക്സ് ആണെന്ന് നമ്മൾ കണ്ടു. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യാന്നറിയോ? വളരെ സിമ്പിൾ ആയിട്ട് അത് ആ ഇക്വേഷൻ കിട്ടുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മൾക്കത് അതിനേക്കാൾ എളുപ്പത്തിൽ ഈ പിക്ചർ നോക്കിയിട്ട് മനസ്സിലാക്കാനാവും. ഇതാണ് നമ്മുടെ സ്റ്റേഷനറി വേവ് എങ്കിൽ നോക്കും. എവിടെയൊക്കെയാണ് നമുക്ക് ആംപ്ലിറ്റ്യൂഡ് മാക്സിമം, എവിടെയാണ് ആംപ്ലിറ്റ്യൂഡ് മിനിമം എന്നുള്ളത് നോക്കാം. ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആയ പോയിന്റുകളാണ് ഇവല്ലേ. ഇതൊക്കെ മാക്സിമം ആംപ്ലിറ്റ്യൂഡാണ്. ഈ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഉള്ള പോയിന്റുകളെ നമ്മൾ വിളിക്കും ആന്റിനോഡ് എന്ന്. മിനിമം ആംപ്ലിറ്റ്യൂഡ് ഉള്ള ഈ പോയിന്റുകൾ ഉണ്ടല്ലോ, ഇതിനെ നമ്മൾ വിളിക്കുന്നത് നോഡ് എന്നാണ്. അപ്പോ ഇതാണ് നോഡുകൾ വരുന്നത്. അപ്പൊ ഈ പിക്ചറിൽ ഇപ്പൊ എത്ര നോഡ് ഉണ്ട്? 4 നോഡും 3 ആന്റിനോഡുമാണ് വരുന്നത്. അങ്ങനെയെങ്കിൽ നോഡ് വരുന്ന പൊസിഷൻ നോക്കൂ. നമുക്കറിയാം ഒരു വേവ് ലാംഡ അല്ലേ? ആണ്. അപ്പോ ഒരു വേവ് എന്ന് പറഞ്ഞാൽ ഇതാ 2 ഉണ്ടകൾ ചേർന്നതാണ് ഒരു വേവ് വരുന്നത്. അപ്പൊ ഓരോ ഉണ്ടയും എത്രയാവും? λ/2 ആവും. ഇതിനി ഞാൻ അങ്ങനെ തുടർന്ന് പറയുന്ന കാര്യങ്ങളാണ്. ഓരോ ഉണ്ടകളും വരുന്നത് എത്രയാണ്? λ/2 ആണ് വരുന്നത്. അപ്പോൾ ഓരോ ഉണ്ടന്റെ പകുതികളോ λ/4 വരും. അങ്ങനെയാണെങ്കിൽ എവിടെയൊക്കെയാണ് നോഡ് വരുന്നത് നോക്കാം. നോഡിന്റെ പൊസിഷൻ എക്സ് നോഡ് ആദ്യം എവിടെയാ? 0. അടുത്തതോ λ/2. അടുത്തതോ 2λ/2. അടുത്തതോ 3λ/2. അപ്പൊ അടുത്തതോ 4λ/2. അങ്ങനെയാണ് പോവുക. അങ്ങനെയാണെങ്കിൽ എക്സ് ആന്റിനോഡ് വേണം നമുക്ക്.
ആന്റിനോഡുകളുടെ പോയിന്റ് നോക്കുമ്പോൾ λ/4 ആദ്യത്തത് വന്നത് λ/4 ആണ്. അടുത്തതോ λ/4 λ/4 λ/4. നോക്കൂ 3 λ/4 3 λ/4. അടുത്തതോ 1 2 3 4 5 5 λ/4. അടുത്തത് 7 λ/4. അങ്ങനെയാണ് പോവുക. നമുക്ക് പൊസിഷൻസ് അടയാളപ്പെടുത്താൻ വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റേഷനറി വേവിൽ മനസ്സിലാക്കേണ്ട സംഗതികൾ. ഇതിനോട് കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ഒരു റിജിഡ് ബൗണ്ടറി ആണെങ്കിൽ റിജിഡ് ബൗണ്ടറിയിൽ ഫോം ചെയ്യുന്നത് എപ്പോഴും നോഡുകളായിരിക്കും. അതേപോലെ നോൺ റിജിഡ് ബൗണ്ടറിയിൽ ഫോം ചെയ്യുന്നത് എപ്പോഴും ആന്റി നോഡുകളായിരിക്കും. ഈ കാര്യങ്ങൾ നമ്മൾ ഓർമ്മ വെക്കണം കേട്ടോ. റിജിഡ് എൻഡുകളിൽ ഫോം ചെയ്യുന്നത് ആരാണ്? നോഡുകളാണ്. നോൺ റിജിഡ് എൻഡിൽ ഫോം ചെയ്യുന്നതോ ആന്റി നോഡാണ്. ഇതാണ് സ്റ്റേഷനറി വേവിന്റെ ആദ്യത്തെ ഇക്വേഷൻസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി നമുക്ക് ഓർഗൻ പൈപ്പ്, ക്ലോസ്ഡ് പൈപ്പ്, ഓപ്പൺ പൈപ്പ്, സ്ട്രെച്ച്ഡ് സ്ട്രിങ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടതായിട്ടുണ്ട്. സ്റ്റേഷനറി വേവ്സിനെ കുറിച്ച് നമ്മൾ ആദ്യം കേട്ടു. ഇതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് വരുന്നതാണ് ഈ ഓർഗൻ പൈപ്പ്സ്, ക്ലോസ്ഡ് പൈപ്പ്, ഓപ്പൺ പൈപ്പ്, സ്ട്രെച്ച്ഡ് സ്ട്രിങ്. ഇതിലൊക്കെ വരുന്നത് സ്റ്റേഷനറി വേവുകളാണ്. അപ്പോൾ നമുക്ക് ഒരു സ്റ്റേഷനറി വേവുകൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് ഓരോന്നിലൊന്ന് നോക്കാം. നമ്മളൊരു സ്റ്റേഷനറി വേവിൻ്റെ ഒരു പിക്ചർ മനസ്സിൽ കൊണ്ടുവന്നാൽ ഇങ്ങനെയായിരിക്കും സ്റ്റേഷനറി വേവിന്റെ ഷേപ്പ് കിടക്കുന്നത്. ഇത് ഓരോന്നിലും ഫോം ചെയ്യുന്നത് ഇപ്പോ ഇങ്ങനെ കാണിക്കുന്നത് സ്ട്രെച്ച്ഡ് സ്ട്രിങ് ആണ്. അതേപോലെ ഓപ്പൺ പൈപ്പ് ഉണ്ട്, അതേപോലെ ക്ലോസ്ഡ് പൈപ്പും ഉണ്ട്. ഇതിന്റെ കൂടെ തന്നെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു റോഡ്, ആ റോഡ് നമ്മളൊരു ചുമരുന്നതാ ഇങ്ങനെ ക്ലാമ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് കരുതുക. ഇതിലൊക്കെ സ്റ്റേഷനറി വേവുകൾ ഫോം ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മൾ ഈ സ്റ്റേഷനറി വേവുകൾ ഫോം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരു റിജിഡ് എൻഡ് ആണ്, ഇതും ഒരു റിജിഡ് എൻഡ് ആണ്. ഞാൻ ആദ്യം സ്റ്റേഷനറി വേവിൽ നിങ്ങളോട് പറഞ്ഞതായിരുന്നു, എന്ത് റിജിഡ് എൻഡിൽ ഫോം ചെയ്യുന്നതൊക്കെ ആരായിരിക്കും? നോഡുകളായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോൺ റിജിഡ് ആണ്, ഇവിടെയും നോൺ റിജിഡ് ആണ്. ആ ഒരു പൈപ്പിൽ നിന്ന് പുറത്തേക്ക് അവിടെ എയർ ആണ് വരുന്നത്. ഇവിടെ വരുന്നത് നോൺ റിജിഡ് ആണ്, ഇവിടെ ആരാണ്? റിജിഡ് ആണ്. ഈ ഒരു കേസിൽ വരുമ്പോൾ ഇവിടെ ഫ്രീ എൻഡ് ആണല്ലോ, അപ്പോൾ ഇത് റിജിഡ് എൻഡ് ആണ്, ഇത് നോൺ റിജിഡ് എൻഡ് ആണ്. അപ്പൊ നമുക്ക് ഓരോ സ്ഥലങ്ങളിലായിട്ട് നോൺ റിജിഡ് എൻഡ് ആണെങ്കിൽ ഫോം ചെയ്യുന്നത് ആരായിരിക്കും? ആന്റിനോഡുകളാണ്. ഇവിടെ ആന്റിനോഡ് വരും, ഇവിടെ നോഡ് വരും, ഇവിടെ നോഡ് വന്ന് ഇവിടെ ആര് വരും? ആന്റിനോഡ് വരും. അപ്പോൾ നമുക്ക് ഓരോ സ്ഥലങ്ങളിൽ ഈ സ്റ്റേഷനറി വേവിന്റെ ഏത് പൊസിഷനാണ് വരിക എന്നുള്ളത് മനസ്സിലാക്കാം. നമുക്കറിയാലോ, ഇതാണ് ആര്? നോഡ് എന്ന് പറയുന്ന ആള്. അതേപോലെ ഇത് നോഡാണ്, ഇതും നോഡാണ്. ഇവൻ ആന്റിനോഡാണ്, ഇതും ആന്റിനോഡാണ്. ഇനി നമ്മള് സ്റ്റേഷനറി വേവുകൾ പല വിധത്തില് നമ്മൾ എങ്ങനെയാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഇതിലെ പല രൂപങ്ങളാണ് ഇതിൽ ഉണ്ടാവുക. ഇപ്പോ ഒന്ന് ഞാൻ പറയാം, ഇവിടെ നോഡും വരണമെങ്കിൽ ഇങ്ങനത്തെ ഒരു പോർഷൻ ഇതിൽ നിന്ന് എടുത്ത് നോക്കുക. ഇവിടെ നോഡ്, അങ്ങനെ വരാവുന്ന ഒരു പോർഷൻ ഇതാണ്. ഇങ്ങനെ ഒരു ഉണ്ട ഇവിടെ കൊണ്ടുപോയി വെക്കുക. അല്ലെങ്കിൽ നോക്കൂ, ഇവിടെ നോഡ്, രണ്ട് ഉണ്ടകളെ കൊണ്ടുപോയിട്ട് നമുക്ക് അവിടെ വെക്കാം.
അപ്പോൾ ഇതില് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാവുന്നത് ഈ രീതിയിലുള്ള വേവുകളാണ്. അപ്പൊ ഞാൻ രണ്ടെണ്ണം ഉള്ളത് വരക്കാം. ഇങ്ങനത്തെ ഒരു സ്റ്റേഷനറി വേവ് അതിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടാം. അപ്പൊ നമുക്ക് അവിടെ റിജിഡിന്റെ അവിടെ ഏതൊക്കെ വന്നു എന്നാണ് മനസ്സിലാവുന്നത്. ഇതിലാണെങ്കിൽ രണ്ടും നോൺ റിജിഡാണ്. അപ്പൊ നമുക്ക് നോക്കൂ, ആന്റിനോഡാ വേണ്ടത്. ഇതും ആരാണ്? ആന്റിനോഡ്. അപ്പൊ രണ്ടറ്റങ്ങളിൽ ആന്റിനോഡ് വരത്തക്ക വിധത്തിൽ ഇതാ ഇങ്ങനെ ഒരു പോർഷൻ അവിടെ വന്നു ചേരാലോ. അപ്പോൾ ആന്റിനോഡ്. അപ്പൊ ഞാൻ അവിടെ ഒരു പിക്ചർ വരക്കുകയാണെങ്കിൽ ഇതില് ഇങ്ങനെ ഒരു വേവ്, സ്റ്റേഷനറി വേവ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടാം. അതേപോലെ ഇവിടെ വരുന്നത് ആന്റിനോഡാണ്, ഇവിടെ ആരാ? നോഡാണ്. അപ്പൊ ഒരു ആന്റിനോഡും ഒരു നോഡും വരത്ത, ഞാൻ ഇതുവരെ എടുക്കുക, ആന്റിനോഡ് നോഡ്. അപ്പോ ഇതിൽ രൂപപ്പെടുന്ന ഷേപ്പ് ഇതാ ഇങ്ങനെ ആയിരിക്കും. ഞാൻ ഒന്നുകൂടെ എക്സ്ട്രാ വന്നിട്ടുണ്ട് വരച്ചപ്പം. അപ്പോ ഇങ്ങനെയാണ് അവിടെ ഫോം ചെയ്യുക. ഇവിടെ ആണെങ്കിൽ അപ്പൊ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് പല രീതിയിൽ വരക്കാം അല്ലെ. ഇവിടെ ആന്റിനോഡ് വരണം, ഇവിടെ നോഡ് വരണം. ഞാനിതാ ഇങ്ങനെ വരച്ച്. ഇങ്ങനെയാണ് ഓരോ സ്ഥലങ്ങളിലും എന്ത് ഫോം ചെയ്യുന്നത്? സ്റ്റേഷനറി വേവുകൾ ഫോം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിനി ഇതിന്റെ ഓരോ ടേംസുകൾ, പല ടേംസുകൾ ഇതിൽ വരാനുണ്ട്. അത് ഓരോന്നായിട്ട് നോക്കാം. നോക്കാം. നമ്മൾ ആദ്യം സ്ട്രെച്ച്ഡ് സ്ട്രിങ്, ഇതാണ് നമ്മുടെ സ്ട്രെച്ച്ഡ് സ്ട്രിങ് വരുന്നത്. ഞാൻ ഓരോ പിക്ചറുകൾ വരക്കുകയാണ്. ഇതാണ് നമ്മുടെ ഓപ്പൺ പൈപ്പ് വരുന്നത്. ഇതാണ് ക്ലോസ്ഡ് പൈപ്പ് വരുന്നത്. ഇതാണ് റോഡ് ക്ലാംപ്ഡറ്റ് വൺ എൻഡ് എന്നുള്ള രീതിയിൽ വരുന്നത്. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഫണ്ടമെന്റൽ മോഡ് ഓഫ് വൈബ്രേഷൻ എന്ന് പറയും നമ്മൾ. ഫണ്ടമെന്റൽ മോഡ് ഓഫ് വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ വരച്ച സ്റ്റേഷനറി വേവിലെ ഏറ്റവും മിനിമം വരുന്ന കേസാണത്. അത് ഇവിടെ വരുന്നത് ദാ ഇങ്ങനെയാണ്. ഏറ്റവും മിനിമം വരാവുന്നത് ഇതാണ്. ഇതിനൊരു പ്രത്യേകത, ഞാൻ ഇതിന്റെ ഓരോ പിക്ചറുകൾ വരക്കുമ്പോഴും ഇതിന്റെ ഈ ടോട്ടൽ ലെങ്ത് ഉണ്ടല്ലോ സ്ട്രിങ്ങിന്റെ, ആ ലെങ്ത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അതേപോലെ ഇവിടെ വരാവുന്നത് മുകളിൽ ആന്റിനോഡ്, താഴെ ആന്റിനോഡ്, അങ്ങനെ വരാവുന്ന ഏറ്റവും മിനിമം എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെയാണ്. ഇവിടെ വരാവുന്ന ഏറ്റവും മിനിമം ഇങ്ങനെയാണ്. ഇവിടെ വരാവുന്ന ഏറ്റവും മിനിമം ഇങ്ങനെയാണ്. ഇതിനാണ് നമ്മൾ ഫണ്ടമെന്റൽ മോഡ് ഓഫ് വൈബ്രേഷൻ എന്ന് വിളിക്കുക. ഇനി നമ്മൾ തൊട്ടടുത്ത ഒരു പിക്ചർ വരക്കുമ്പോൾ ഈ സ്ട്രിങ്ങിന്റെ എന്ത് മാറ്റുന്നില്ല എന്നറിയോ? ലെങ്ത് നമ്മൾ മാറ്റുന്നില്ല. പക്ഷെ ആ വൈബ്രേഷന്റെ മോഡ് മാറ്റിയിട്ട് വേറെ ഒരു രൂപത്തിലാക്കുമ്പോഴാ ഇങ്ങനെയാണ് വരിക. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മുകളിൽ നിന്ന് ഒരു ഉണ്ടയാണ് കൂടുക അധികം. അപ്പൊ ഈ ഒരു പിക്ചറിലാണെങ്കിൽ ഇതിന്റെ ലെങ്ത്തും എന്ത് ചെയ്യണില്ല, മാറ്റുന്നില്ല. ട്യൂബിന്റെ ലെങ്ത് അതേപോലെ തന്നെ. എന്നിട്ട് ഒരു ഉണ്ട അധികം വരിക എന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനെയാണ്. അടുത്ത മോഡ് ഓഫ് വൈബ്രേഷൻ ആണിത്. ഇത് ക്ലോസ്ഡ് പൈപ്പാണ്. ആദ്യമുള്ള ലെങ്ത് മാറുന്നില്ല. ഓരോ ഉണ്ടകൾ അധികം വരുന്നു. ഇവിടെയാണെങ്കിൽ ദാ ഇങ്ങനെ വരും. അപ്പൊ നമ്മൾക്ക് ഓരോ കാര്യങ്ങളും മനസ്സിലാവും. അടുത്തൊരു പിക്ചർ വരക്കുമ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ഒരു λ/4 ആണത് അല്ലെ. ഓരോ ഉണ്ടകളും λ/2 ആണ്.
അപ്പോൾ ഓരോ ഉണ്ടകളും വരുന്നത് λ/2 ആഡ് ചെയ്ത് വരണം. ഇതിൽ നമ്മൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ട്യൂബുകളുടെ അല്ലെങ്കിൽ പൈപ്പുകളുടെ എന്ത് മാറുന്നില്ല, ലെങ്ത് മാറുന്നില്ല. ഇങ്ങനെയാണ് ഇതിന്റെ പിക്ചറുകൾ വരിക. അപ്പൊ എല്ലാത്തിന്റെയും ലെങ്ത് എല്ലാം അത് മാറിയിട്ടില്ല എന്ന് കരുതുക. ഇനി നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇതിന്റെ ഒക്കെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസീസ് അല്ലെ. അപ്പൊ അത് നമ്മൾ എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ λ/2 ഒരു ഉണ്ടാന്ന് പറഞ്ഞാൽ λ/2. ഇത് ഒരു ഉണ്ടന്റെ പകുതികൾ വെച്ചിട്ട് വരുമ്പോൾ λ/2. അപ്പോൾ ഫണ്ടമെന്റൽ മോഡിൽ വരുന്ന ഈ ലെങ്ത് എത്രയാ? L = ആരാ? λ/2. ഇവിടെ L = ആരാ? λ/2. ഇവിടെ L = ആരാ? λ/4. ഇവിടെ L = ആരാ? λ/4. അപ്പൊ ഇത് രണ്ടും ഒരേപോലെയാ പോവാ. ഇക്വേഷൻസ് ഇനി എഴുതാൻ പോണത് ഇത് രണ്ടും ഒരേപോലെയാവും. ഇതിന്റെ ഫണ്ടമെന്റൽ മോഡ് ഓഫ് വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് നിങ്ങൾക്ക് ഞാനത് ഡിറൈവ് ചെയ്യുന്നില്ല. ആ ഫ്രീക്വൻസി എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാം. C/2L ആണ് വരിക. λ/2 വരുന്ന ഇതിനും μ1 = എന്താ വരിക? C/2L ആണ്. ക്ലോസ്ഡ് പൈപ്പ് ആവുമ്പോൾ മാറ്റം വരുന്നുണ്ട്. μ1 = C/ആരാണ്? 4L ആണ്. ഇവിടെയും അതേപോലെ ചെയ്യുമ്പോൾ C/ആരാ വരിക? 4L ആണ് വരിക. അടുത്തത് രണ്ടാമത്തെ ഫ്രീക്വൻസി വരുന്നത് നിങ്ങൾക്കറിയാം 2C/2L ആണ്. ഇവിടെ വരുന്നതോ 2C/2L തന്നെയാണ്. ഇവിടെ വരുന്നത് 3C/4L ആണ്. ഇവിടെ വരുന്നതും 3C/4L ആണ്. ഇനി മൂന്നാമത്തത് നോക്കാം നമുക്ക്. μ3 = 3C/2L ആണ്. ഇവിടെ μ3 = 3C/2L തന്നെ. ഇവിടെ വരുമ്പോൾ മാറുന്നുണ്ട്. μ3 = 5C/4L ആണ്. ഇവിടെ μ3 = 5C/4L ആണ് വരിക. അപ്പോൾ നോക്കൂ, ഈ ഓർഗൻ പൈപ്പുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, എല്ലാവർക്കും അത് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇത് 1 2 3 4 അങ്ങനെ പോവാ. അപ്പൊ ഞാൻ ഇത് ഫണ്ടമെന്റൽ മോഡ് ഓഫ് വൈബ്രേഷൻ ആണ്, അല്ലെങ്കിൽ ഫസ്റ്റ് ഹാർമോണിക് ആണ്. സെക്കൻഡ് ഹാർമോണിക്, തേർഡ് ഹാർമോണിക്. ഫസ്റ്റ് ഹാർമോണിക്, സെക്കൻഡ് ഹാർമോണിക്, തേർഡ് ഹാർമോണിക്. ഇവിടെ പ്രശ്നമാണ്. ഫസ്റ്റ് ഹാർമോണിക്, തേർഡ് ഹാർമോണിക്, ഫിഫ്ത്ത് ഹാർമോണിക് ആണ്. ഇവിടെ വരുന്നതും ഫസ്റ്റ് ഹാർമോണിക്, തേർഡ് ഹാർമോണിക്, ഫിഫ്ത്ത് ഹാർമോണിക് ആണ്. ഇവിടെ നല്ല സുഖമാണ്. 10th ഹാർമോണിക്കിന്റെ ഫ്രീക്വൻസി 10C/2L ആയിരിക്കും. 11th 11C/2L ആയിരിക്കും. 20th 20C/2L ആയിരിക്കും. ഇതിൽ രണ്ടിലും. പക്ഷെ അതുപോലെയല്ല ഇവിടെ ഹാർമോണിക്കുകൾ നമുക്ക് മാറ്റം വരുന്നുണ്ട് അല്ലെ. 1 3 5 അങ്ങനെയാ വരുന്നത്. അപ്പൊ നമുക്ക് 8th ഹാർമോണിക്, ഇതിൽ 8th ഹാർമോണിക് ഇല്ല. ഇതിൽ 11th ഹാർമോണിക് 11C/4L. ഓവർടോണുകൾ ചോദിക്കും. ഫസ്റ്റ് ഓവർടോൺ, സെക്കൻഡ് ഓവർടോൺ. ഇതില്ല. ഫസ്റ്റ് ഓവർടോൺ, സെക്കൻഡ് ഓവർടോൺ. ഇതോ ഫസ്റ്റ് ഓവർടോൺ, സെക്കൻഡ് ഓവർടോൺ. ഇതോ ഫസ്റ്റ് ഓവർടോൺ, സെക്കൻഡ് ഓവർടോൺ. അപ്പൊ ആ ഇക്വേഷൻസ് വളരെ കൃത്യമായിട്ട് ഓരോന്നും കിട്ടുക എന്നുള്ളതാണ് ഇതിൽ ആദ്യത്തെ പരിപാടി. എന്നാൽ തന്നെ ഒരു 90% ക്വസ്റ്റ്യൻസ് ഇതിൽ ചെയ്യാൻ കഴിയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്നറിയോ? ആദ്യം ഇപ്പൊ നമ്മൾക്ക് 1 3 5 അങ്ങനെയാണല്ലോ പോണത്. അപ്പൊ നമുക്കിപ്പോ ഇതിന്റെ ഒരു 6ാമത്തെ ഹാർമോണിക് കാണണമെന്ന് കരുതുക. അപ്പൊ നമ്മള് പറയുമ്പോ മൂന്നാമത്തതാണ് അല്ലെ. ഈ 3 വരുന്നതാണ് ഒന്നാമത്തെ ഓവർടോൺ വരുന്നത്. 3 5 7 9 11 13. 13ാമത്തതാണ് 6ാമത്തെ ഓവർടോൺ വരുന്നത് അല്ലെ. അപ്പൊ 13C/4L ആണ് വരിക. അങ്ങനെ എണ്ണീട്ടൊക്കെ വേണം നമ്മളത് കണ്ടുപിടിക്കാൻ.
ഇനി ഞാൻ നിങ്ങളോട് മറ്റൊരു ക്വസ്റ്റ്യൻ എന്തെന്ന് ചോദിക്കുന്നത്, ഇതിൽ എത്ര നോഡ് ആന്റി നോഡ് ഉണ്ട് നോക്കുക. ഇത് ഒന്നാമത്തെ വൈബ്രേഷനാണ്. ഒന്നില് രണ്ട് നോഡും ഒരു ആന്റി നോഡ്. രണ്ടില് നോക്കിയാ 1 2 3 നോഡ് 2 ആന്റി നോഡ്. അപ്പൊ 3ലോ 4 നോഡ് 3 ആന്റി നോഡ്. ഇവിടെ നോക്കാം. ഓപ്പൺ ടൈപ്പ് ആണെങ്കിൽ ഒന്നാമത്തേതിൽ എത്രയാ? 2 ആന്റി നോഡ് 1 നോഡ്. രണ്ടാമത്തേതിലോ 1 2 3 ആന്റി നോഡ് 2 നോഡ്. അപ്പോ മൂന്നാമത്തേൽ എന്ത് വരും? 4 ആന്റി നോഡും 3 നോഡും ആയിരിക്കും വരുന്നുണ്ടാവുക. അടുത്തതിലും ഒക്കെ നിങ്ങൾക്ക് അപ്പൊ ഒന്നാമത്തെ ആ പിക്ചറിന്റെ നോക്കിയാൽ മതി. അപ്പൊ ബാക്കിയുള്ള എത്രാമത്തതാണെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എത്ര എന്തുണ്ട്, നോഡ് ഉണ്ട്, ആന്റി നോഡ് ഉണ്ട് എന്നുള്ളത് നമ്മൾക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഇനി നോക്കാം. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇങ്ങനെ വരിക. അപ്പോൾ ഇതില് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ യൂണിസൺ എന്നൊക്കെ പറയും. യൂണിസൺ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസികൾ സെയിം ആണ്, റെസണൻസിലാണ് എന്ന് കേൾക്കും. ഫ്രീക്വൻസികൾ സെയിം ആണ് എന്ന്. അപ്പൊ യൂണിസൺ, റെസണൻസ്, ഒക്ടേവ് എന്ന് പറഞ്ഞാൽ ഡബിൾ ദ ഫ്രീക്വൻസിയാണ്. അപ്പൊ ഈ വേർഡുകളൊക്കെ നമ്മൾ ക്വസ്റ്റ്യനിൽ വരുമ്പോൾ നന്നായിട്ട് സൂക്ഷിക്കണം. അപ്പൊ ഇതിന്റെ ആ ഇക്വേഷൻസ് മാത്രം കിട്ടിക്കഴിഞ്ഞാൽ മതി കേട്ടോ. എല്ലാ ചോദ്യങ്ങളും ചെയ്യാവുന്ന തരത്തിലാണ് ഈ ഒരു പാർട്ട് ഉള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടതാണ് റെസണൻസ് കോളം എന്ന് പറയുന്നത്. റെസണൻസ് കോളം നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്ന് വെലോസിറ്റി ഓഫ് സൗണ്ട് കണ്ടുപിടിക്കാനാണ്, അല്ലെങ്കിൽ ഒരു ട്യൂണിംഗ് ഫോർക്കിന്റെ അൺനോൺ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനാണ്. അതിന് ചെയ്യുന്നത് നമ്മൾ സ്കൂളിൽ എക്സ്പെരിമെന്റിൽ ചെയ്തതാണ് അല്ലേ. ഇവിടെ ഒരു പൈപ്പ് ഉണ്ട്. നോക്കൂ, ഈ പൈപ്പില് നമ്മൾ ഇതുവരെ വെള്ളം നിറച്ചു എന്ന് കരുതുക. ഇതിപ്പോ ഏത് പൈപ്പാ? ഇത് ഓപ്പൺ ആണോ ക്ലോസ്ഡ് ആണോ? ക്ലോസ്ഡ് പൈപ്പാണ്. അപ്പോ ക്ലോസ്ഡ് പൈപ്പ് ആണെങ്കിൽ ഇതില് ആദ്യത്തെ ഒരു സ്റ്റേഷനറി വേവ് ഫോം ചെയ്യാൻ ഇവിടെ റിജിഡാ. അപ്പൊ ദാ ഈ ഒരു മോഡലായിരിക്കും. ഇങ്ങനെയാണ് ആദ്യം ഫോം ചെയ്യുന്നത്. നമ്മൾ ഈ വെള്ളത്തിന്റെ ലെവലും ഈ പൈപ്പിന്റെ ലെങ്ത് ഒക്കെ വെച്ചിട്ട് ഈ ഒരു L1 എന്ന ലെങ്ത് നമ്മൾ മെഷർ ചെയ്യും. അടുത്തത് ഈ വെള്ളത്തിന്റെ ലെവലൊക്കെ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? അടുത്ത ഒരു ലെങ്ത്തും കൂടെ മെഷർ ചെയ്യാണ്. അടുത്ത മോഡ് ഓഫ് വൈബ്രേഷനില് വെള്ളത്തിന്റെ ലെവല് മാറ്റിയപ്പോ ദാ ഇങ്ങനെ വന്നു. രണ്ടാമത്തെ മോഡ് ഓഫ് വൈബ്രേഷനിലാണ് അടുത്ത കേസിൽ വന്നതെങ്കിൽ ആ ലെങ്ത് ആണ് L2 എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ചെയ്യുന്നത് ഇതാണ്. ഇവിടെ ഒരു ട്യൂണിംഗ് ഫോർക്ക് വെക്കും. ആ ട്യൂണിംഗ് ഫോർക്ക് വെക്കുന്ന സമയത്ത് ആ ട്യൂണിംഗ് ഫോർക്കിന്റെയും ഇവിടെ ഉണ്ടാവുന്ന എയർ കോളം, ഇവിടെ ഉണ്ടാവുന്ന സ്റ്റേഷനറി വേവ്, ഇതെന്തിനാണ്, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് ഫസ്റ്റ് മോഡാണ് ഇത് സെക്കൻഡ് മോഡാണ് മനസ്സിലാവണമെന്ന് ചോദിച്ചാല് ഇങ്ങനെയാണ്. നിങ്ങൾ ഇതിന്റെ അടുത്ത് ഈ ട്യൂണിംഗ് ഫോർക്ക് വെക്കുമ്പോൾ ഇവിടെ വൈബ്രേറ്റ് ചെയ്തിട്ട് നല്ല സൗണ്ട് ഉണ്ടാവുന്നുവെങ്കിൽ അപ്പൊ ഇത് ഏതോ ഒരു മോഡ് ഓഫ് വൈബ്രേഷൻ ആണ്. അടുത്തത് വരുന്നത് കൊണ്ട് നമ്മൾ വെച്ചപ്പോൾ നല്ലൊരു സൗണ്ട് ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ ഇത് ഏതോ മറ്റൊരു മോഡ് ഓഫ് വൈബ്രേഷൻ ആണ്. ഇത് ഫസ്റ്റ് ആണ്, ഇത് സെക്കൻഡ് ആണ് എന്നർത്ഥം. അത് ഏതായാലും കുഴപ്പമില്ല, നമുക്ക് ആ സൗണ്ടുകൾ നല്ല രീതിയിൽ കേട്ടാൽ മതി. ഏത് മോഡ് ഓഫ് വൈബ്രേഷൻ ആയാലും കുഴപ്പമില്ല. നമ്മൾ മെല്ലെ മെല്ലെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ തൊട്ടടുത്ത മോഡ് ഓഫ് വൈബ്രേഷൻ ആവണം ഇത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്നാമത്തെ കാര്യം, ഞാൻ ആദ്യം ഇവിടെ ട്യൂണിംഗ് ഫോർക്ക് വെച്ചപ്പോൾ നല്ല സൗണ്ട് കേട്ടു. വെള്ളത്തിലെ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തപ്പോൾ വീണ്ടും നല്ല സൗണ്ട് കേട്ടാൽ അതിനർത്ഥം ഇവിടെ ഉണ്ടാവുന്ന ഈ സ്റ്റേഷനറി വേവിന്റെ ഫ്രീക്വൻസിയും ഈ ട്യൂണിംഗ് ഫോർക്കിന്റെ ഫ്രീക്വൻസിയും സെയിം ആയി. രണ്ട് ഫ്രീക്വൻസികളും സെയിം ആയപ്പോൾ നല്ല സൗണ്ട് കേട്ടു. അതാണ് റെസണൻസ്. ഫ്രീക്വൻസികൾ സെയിം ആവുക, അതാണ് റെസണൻസ് കോളം എന്ന് വിളിക്കാൻ കാരണം. അപ്പൊ രണ്ട് ഫ്രീക്വൻസികളും സെയിം ആയപ്പോഴാണ് എന്ത് ചെയ്തത്, നല്ല രീതിയിൽ സൗണ്ട് കേട്ടത്.
അപ്പോൾ ഇവിടെ ഫ്രീക്വൻസികൾ സെയിം ആവുന്നുണ്ട്. അപ്പൊ എന്താണ് ഇവിടെ സംഭവിക്കണമെന്ന് ചോദിച്ചാൽ ഈ സ്റ്റേഷനറി വേവിന്റെ ഈ ഫ്രീക്വൻസി ഉണ്ടല്ലോ, ഈ ഫ്രീക്വൻസി ഈക്വൽ ടു ഇതിന്റെ ഫ്രീക്വൻസി ആയി. അടുത്ത് ഞാൻ ലെങ്ത് ഒന്ന് മാറ്റി, ആ സമയത്ത് ഉണ്ടാവുന്ന ഈ ഫ്രീക്വൻസി ഈക്വൽ ടു ഈ ട്യൂണിംഗ് ഫോർക്കിന്റെ ഫ്രീക്വൻസി ആയി. അപ്പോഴാണ് ആ സൗണ്ട് നന്നായി കേട്ടത്. പക്ഷെ അതൊന്നുമല്ല നമുക്ക് ആദ്യം വേണ്ടത്. തൊട്ടടുത്ത രണ്ട് വൈബ്രേഷൻസ് ആണെങ്കിൽ ഈ രണ്ട് ലെങ്ത്തുകളിൽ അധികം വന്നത് ആരാ? ഒരു ഉണ്ടയാണ്. അപ്പൊ ഒരു ഉണ്ടാന്ന് പറഞ്ഞാൽ എത്രയാ? λ/2 ആണ്. അപ്പൊ ഞാന് ഇത് രണ്ടും മൈനസ് ചെയ്താൽ നോക്കൂ, L2 മൈനസ് L1 ഈക്വൽ ടു λ/2 എന്ന് എഴുതാം. അടുത്തൊന്ന് വന്നാൽ L3 മൈനസ് L2 ഈക്വൽ ടു ആരാ? λ/2. അപ്പൊ അടുത്തത് പറയും L4 മൈനസ് L3 ഈക്വൽ ടു ആരാ? λ/2. കാരണം നമ്മൾ പറഞ്ഞിരുന്നല്ലോ, ഓരോ മോഡ് ഓഫ് വൈബ്രേഷനിലും അധികമായി വരുന്നത് ആരാണ്? λ/2 ആണ്. അപ്പൊ നമുക്ക് λ/2 അവിടുന്ന് കിട്ടും. ഇപ്പൊ എനിക്ക് രണ്ട് ലെങ്ത്തുകൾ കിട്ടിയെന്ന് കരുതുക, L2 ഉം L1 ഉം. അപ്പൊ എനിക്ക് അവിടുന്ന് ലാംഡ കിട്ടി. ലാംഡ ഈക്വൽ ടു 2 ഇൻറ്റു L2 മൈനസ് L1 ആണ്. ഇപ്പൊ നമ്മൾക്ക് ലാംഡ നമ്മളെടുത്ത് സോൾവ് ചെയ്ത് കിട്ടി. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ട്യൂണിംഗ് ഫോർക്കിന്റെ ഫ്രീക്വൻസി അറിയാമെന്ന് കരുതൂ. ആ ട്യൂണിംഗ് ഫോർക്കിന്റെ ഫ്രീക്വൻസി അറിയാമെങ്കിൽ വെലോസിറ്റി ഓഫ് സൗണ്ട് ആണ് ഇനി ഞാൻ കാണാൻ പോകുന്നത്. ഏതൊരു വേവിന്റെയും വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താ? സി ഈക്വൽ ടു ന്യൂ ലാംഡ. അപ്പൊ സി ഈക്വൽ ടു ന്യൂ ലാംഡ ആണെങ്കിൽ ട്യൂണിംഗ് ഫോർക്കിന്റെ ഫ്രീക്വൻസി ന്യൂ നമുക്കറിയാം. കാരണം ആ ന്യൂ തന്നെയാണ് ഇവിടുത്തെ ഫ്രീക്വൻസിയും വരുന്നത്. അത് രണ്ടും ഈക്വലായി, അതുകൊണ്ടാണ് റെസണൻസിലായി നല്ല സൗണ്ട് കേട്ടത്. അപ്പൊ ഈ ട്യൂണിംഗ് ഫോർക്കിന്റെ ഫ്രീക്വൻസി ഞാൻ എന്തെടുത്തു? ന്യൂ എന്നെടുത്തു. ഇനി ലാംഡ വേണം. ലാംഡ ആരാ? 2 ഇൻറ്റു L2 മൈനസ് L1. അപ്പൊ നമുക്ക് വെലോസിറ്റി ഓഫ് സൗണ്ടിന്റെ ഇക്വേഷനും കിട്ടി. ഇതാണ് റെസണൻസ് കോളത്തിൽ നമ്മൾ ചെയ്യുന്നത്. ആ ലെങ്ത്തുകൾ ഉപയോഗിച്ചിട്ട് ആ വെലോസിറ്റി ഓഫ് സൗണ്ട് കണ്ടുപിടിക്കുകയാണ്. ഇതില് നമ്മൾ മുമ്പ് പറയേണ്ടുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അപ്പൊ ഈ റെസണൻസ് കോളം നന്നായിട്ടൊന്ന് മനസ്സിലാക്കുക കേട്ടോ. ഇതില് സ്ട്രെച്ച്ഡ് സ്ട്രിങ് നമ്മൾ കണ്ടിരുന്നു അല്ലെ? അതേപോലെ തന്നെ ഓപ്പൺ പൈപ്പും ക്ലോസ്ഡ് പൈപ്പും നമ്മൾ കണ്ടു. അതിന്റെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസികള്, ഇതിന്റെ ഒക്കെ ഇക്വേഷൻസ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ സ്ട്രെച്ച്ഡ് സ്ട്രിങ് ആണ് കേട്ടോ. സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിന്റെ നമുക്ക് ന്യൂ1ന്റെ ഇക്വേഷൻ എന്താ? ന്യൂ1 ഈക്വൽ ടു C/2L ആണ്. സ്ട്രെച്ച്ഡ് സ്ട്രിങ് ആണ്. അടുത്തത് ഓപ്പൺ പൈപ്പ് ആണെന്ന് കരുതുക. ന്യൂ1 ഈക്വൽ ടു ആരാ? C/2L. അടുത്തത് ക്ലോസ്ഡ് പൈപ്പ് ആണെങ്കിലോ ന്യൂ1 ഈക്വൽ ടു C/4L. ഇതില് ആരാണ് ഈ സി? വെലോസിറ്റി ഓഫ് ദ വേവ് ആണ്. സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിലെ വെലോസിറ്റി ഓഫ് ദ വേവ് നമുക്ക് അറിയാം. ആരാ? √T/μ ആണ്. അപ്പൊ ഈ ഇക്വേഷനിലെ സിയെ നമ്മൾ എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എന്നറിയണം. ഇവിടെയാണെങ്കിൽ ഓപ്പൺ പൈപ്പ് ന്യൂ1 ഈക്വൽ ടു, ഈ ഓർഗൻ പൈപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ ഈ ഓടക്കുഴലാണ്, അതിൽ നമ്മൾ കേൾക്കുന്നത് സൗണ്ടാണ്. സൗണ്ടിന്റെ വെലോസിറ്റി കൊടുക്കണം. സി എന്ന് പറയുന്നത് 1/2L ഇൻറ്റു √Γ/P/ρ. അതേപോലെ ഇവിടെയും സൗണ്ട് തന്നെയാണ് 1/2L ഇൻറ്റു √Γ/P/ρ എന്നാണ് വരിക. അപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഏത് മോഡ് ഓഫ് വൈബ്രേഷനിലും ഫ്രീക്വൻസി എഴുതാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ആ ഇക്വേഷനിലെ സി ആരാണ്? രണ്ടെണ്ണേ നമുക്ക് പഠിക്കാനുള്ളൂ. ഒന്നുകിൽ വേവിന്റെ സൗണ്ട് വേവിൻ്റെതായിരിക്കും, അല്ലെങ്കിലോ സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൻ്റെതാണ്. അപ്പൊ ഇതാണ് സ്റ്റേഷനറി വേവിൽ വരുന്നത്. ആ ഇക്വേഷൻസ് അറിഞ്ഞിരുന്നാൽ മതി. ഏത് മോഡ് ഓഫ് വൈബ്രേഷന്റെ ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ ഏത് ക്വസ്റ്റ്യനും ചെയ്യാൻ കഴിയുന്നതാണ് ഇതിൽ കേട്ടോ. വേവ്സിലെ ബീറ്റ്സിനെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ബീറ്റ്സ് നമ്മൾ പറയുന്നതിന് മുമ്പ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിള് അറിയണം നമുക്ക്. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിള്
രണ്ട് വേവുകൾ കൂടി ചേരുമ്പോഴുള്ള കാര്യമായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ y1 എന്ന് പറയുന്ന ഒരു വേവും y2 എന്ന് പറയുന്ന ഒരു വേവും കൂടെ കൂടി ചേർന്നാൽ y എന്ന ഒരു റിസൾട്ടന്റ് വേവ് ഉണ്ടാവും. ഇതായിരുന്നു സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചിരുന്നത്. ഈ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ രണ്ട് വേവുകൾ കൂടിച്ചേരുമ്പോൾ ഉണ്ടാവുന്ന പ്രതിഭാസങ്ങൾ അത് നമ്മൾ പഠിക്കുന്നത് ഏതൊക്കെയാണെന്നറിയോ? ഈ +1 വേവ്സ് എന്ന ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത് ഒന്ന് ബീഡ്സ് ആണ്, മറ്റൊന്ന് സ്റ്റേഷനറി വേവ് ആണ്. അപ്പോൾ നമ്മൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പ്രകാരം പഠിച്ച ഒരാളാരാണ്? സ്റ്റേഷനറി വേവ് ആണ്. മറ്റൊന്ന് വരുന്നത് ബീഡ്സ് ആണ്. ഈ സ്റ്റേഷനറി വേവിനെ കൂടിച്ചേരുക എന്നുള്ളതിന് നമുക്ക് എന്ത് പറയാന്നറിയോ? ഇന്റർഫറൻസ് എന്ന് പറയാം. ഇന്റർഫറൻസ് ഇൻ സ്പേസ് ആണ് സ്റ്റേഷനറി വേവ്. അതെന്താന്നുള്ളത് ഞാനൊന്നത് ഡിറൈവ് ചെയ്യണം, നേരത്തെ പറയാം. അടുത്തത് ഈ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ കാരണത്താലുള്ള അടുത്ത ഒരു ഫിനോമിനൺ ആണ് നമ്മൾ പഠിക്കുന്നത് ബീഡ്സ്. അതാണെങ്കിൽ ഇന്റർഫറൻസ് ഇൻ ടൈം ആണ് വരുന്നത്. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ y = y1 + y2. ഇത് കാരണത്താൽ ഉണ്ടാവുന്ന രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നത്. ഒന്നാരാ? സ്റ്റേഷനറി വേവ് ആണ്. അതിൽ നമുക്ക് ഇന്റർഫറൻസ് ഇൻ സ്പേസ് എന്ന് പറയാം. അതേപോലെ ബീഡ്സ് എന്ന് പറയുന്നതും ഇതിന്റെ ബാക്കി പത്രമായിട്ട് വരുന്നതാണ്. അതിന് നമുക്ക് ഇന്റർഫറൻസ് ഇൻ ടൈം എന്ന് പറയാം. ഇനി നമുക്ക് ഈ കൂടിച്ചേരുമ്പോഴുള്ള ചില പ്രത്യേകതകൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. രണ്ട് വേവുകൾ കൂടിച്ചേരുമ്പോൾ ഒരാളുടെ ആംപ്ലിറ്റ്യൂഡ് നോക്കൂ, A1 ആണ്, മറ്റൊരാളുടെ ആംപ്ലിറ്റ്യൂഡ് A2 ആണ്. ഇത് കൂടിച്ചേരുമ്പോൾ ഉണ്ടാവുന്ന ഓരോ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആംപ്ലിറ്റ്യൂഡ് എത്രയാവും? റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് എന്നുള്ളത്. അപ്പോൾ ആ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡിന്റെ ഇക്വേഷൻ നമ്മൾ വേവ് ഒപ്റ്റിക്സിൽ സെക്കൻഡ് ഇയറിൽ പഠിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇവിടെയും നമുക്കൊന്ന് നോക്കാം. റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് കാണാനുള്ള ഇക്വേഷൻ √A1² + A2² + 2A1 A2 cos phi എന്നാണ്. ഇതിൽ തന്നെ ഈ ഫൈ എന്ന് പറയുന്ന ആള് ഫേസ് ഡിഫറൻസ് ആണ്. ഇതിൽ നമുക്കിവിടെ ആവശ്യമുള്ളത് എന്താണെന്നറിയോ? ഇതിന്റെ മാക്സിമം വാല്യൂ എത്രയാണ്? മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് അവിടെ cos phi 1 ആയാൽ മതി. അപ്പൊ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് = A1 + A2 ആണ്. അതേപോലെ മിനിമം ആംപ്ലിറ്റ്യൂഡ് = A1 - A2 ആണ് വരിക. cos phi -1 ആയാൽ മതി. അപ്പോൾ നമ്മള് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് വരുന്നത് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിലാണ്. മിനിമം ആംപ്ലിറ്റ്യൂഡ് വരുന്നത് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിലാണ്. മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എത്രയാ? A1 + A2 ആണ്. മിനിമം ആംപ്ലിറ്റ്യൂഡ് വരുന്നതോ A1 - A2 ആണ്. ഇത് നല്ലവണ്ണം നമ്മളൊന്ന് നോക്കി വെക്കണം. അപ്പോൾ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് വരുന്നത് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിലാണ്, മിനിമം ആംപ്ലിറ്റ്യൂഡ് വരുന്നത് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിലാണ്. ഈ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. രണ്ട് വേവുകൾ ഈ രീതിയിലാണ് കൂടിച്ചേരുന്നതെങ്കിൽ ഒരു വേവ് ഇങ്ങനെ വന്ന് മറ്റൊരു വേവും അതേപോലെ തന്നെയാണ് അതിൽ വന്ന് ചേരുന്നതെങ്കിൽ ഇങ്ങനെ രണ്ട് വേവുകൾ ചേരുന്നതാണ് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് എന്ന് വിളിക്കുന്നത്. ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണെങ്കിൽ ഒരു വേവ് ഇങ്ങനെ വന്ന് മറ്റൊരു വേവ് ഇങ്ങനെ വരും. അപ്പോഴാണ് നമ്മൾ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ കൺസ്ട്രക്റ്റീവായി, ഡിസ്ട്രക്റ്റീവായി.
അങ്ങനെയാണെങ്കിൽ ഇന്റൻസിറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്കൊരു കാര്യം അറിയാനുണ്ട്. ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡിന്റെ സ്ക്വയറിന് പ്രൊപ്പോർഷനിലാണെന്ന് നമ്മൾ മുമ്പ് കണ്ടു. അങ്ങനെയാണെങ്കിൽ മാക്സിമം ഇന്റൻസിറ്റി മാക്സിമം ആംപ്ലിറ്റ്യൂഡിന്റെ സ്ക്വയറിന് പ്രൊപ്പോർഷനിലായിരിക്കും. A1 + A2 ഹോൾ സ്ക്വയർ ആണ്. അതേപോലെ മിനിമം ഇന്റൻസിറ്റി എന്ന് പറയുന്നത് മിനിമം ആംപ്ലിറ്റ്യൂഡിന്റെ സ്ക്വയർ A1 - A2 ഹോൾ സ്ക്വയറിന് പ്രൊപ്പോർഷനിലായിരിക്കും. ഈ കാര്യങ്ങൾ നമ്മളൊന്ന് ഓർത്ത് വെക്കണം. നമ്മളിപ്പോ ബീറ്റ്സ് ഒന്നും പറഞ്ഞിട്ടില്ല. ബീറ്റ്സിന്റെ കാര്യങ്ങൾ വരുമ്പോൾ ആവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ നോക്കിയാൽ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് A1 + A2, മിനിമം ആംപ്ലിറ്റ്യൂഡ് A1 - A2, മാക്സിമത്തിന്റെ അവിടെ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസും മിനിമത്തിന്റെ അവിടെ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസും ആണ്. മാക്സിമം ഇന്റൻസിറ്റി എന്ന് പറയുന്നത് A1 + A2 ഹോൾ സ്ക്വയറിന് പ്രൊപ്പോർഷനിലും മിനിമം ഇന്റൻസിറ്റി എന്ന് പറയുന്നത് A1 - A2 ഹോൾ സ്ക്വയറിനും പ്രൊപ്പോർഷനിലായിരിക്കും. ഇനി ഇതേ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാന്നറിയോ? ഈ പാത്ത് ഡിഫറൻസ്, ഫേസ് ഡിഫറൻസ്, അതേപോലെ തന്നെ ടൈം ഡിഫറൻസ്, ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് വരാം? ക്വസ്റ്റ്യൻസ് വരാം. അപ്പോ അതും കൂടെ ഞാനൊന്ന് ഇവിടെ എഴുതാണ്. എന്നിട്ട് നമുക്ക് ബീറ്റ്സിന്റെ ഡെറിവേഷൻസും അതിന്റെ കാര്യങ്ങൾക്കായിട്ട് കിടക്കാം. നമുക്ക് ടൈം ഡിഫറൻസ്, ഫേസ് ഡിഫറൻസ്, അതേപോലെ തന്നെ പാത്ത് ഡിഫറൻസ്, ഇതിന്റെ കാര്യങ്ങൾ നമ്മൾ മുമ്പ് പറഞ്ഞതായിരുന്നു. അതും കൂടെ നമുക്ക് ഇവിടെ ഒന്ന് ഓർത്ത് വെക്കണം. രണ്ട് രീതിയിൽ അത് ഓർത്ത് വെക്കാം. ഒന്ന്, ഫേസ് ഡിഫറൻസിനെ കാണിക്കുന്നത് ΔΦ ആണ്. പാത്ത് ഡിഫറൻസിനെ കാണിക്കുന്നത് Δλ ആണ്. ടൈം ഡിഫറൻസിനെ കാണിക്കുന്നത് ΔT ആണെങ്കിൽ ΔΦ/2π = Δλ/λ ΔT/T ആയിരിക്കും. ഇതാണ് ഫേസ് ഡിഫറൻസ്, പാത്ത് ഡിഫറൻസ്, ടൈം ഡിഫറൻസ് തമ്മിലുള്ള റിലേഷൻ. അപ്പൊ എനിക്ക് തോന്നുന്നത് ഏകദേശം ഇങ്ങനെ പഠിച്ചു വെക്കുന്നതാണ് സുഖം. അപ്പൊ നമ്മള് ഇവരുടെ റിലേഷൻ ആണ് നമ്മൾ പഠിച്ചത്. ΔΦ/2π = Δλ/λ ΔT/T എന്ന് പറയുന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ നമ്മൾ പറഞ്ഞത് ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ y = y1 + y2. ഇങ്ങനെ രണ്ട് വേവുകൾ കൂടി ചേരുമ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന പ്രതിഭാസങ്ങൾ ഒന്ന് ബീറ്റ്സും മറ്റൊന്ന് സ്റ്റേഷനറി വേവും ആണ്. സ്റ്റേഷനറി വേവിനെ നമുക്ക് ഇന്റർഫറൻസ് ഇൻ സ്പേസ് എന്ന് വിളിക്കാം. ബീറ്റ്സിനെ നമുക്ക് ഇന്റർഫറൻസ് ഇൻ ടൈം എന്ന് വിളിക്കാം. അത് കഴിഞ്ഞിട്ട് വേവുകൾ കൂടി ചേരുമ്പോൾ A1 A2 ആണ് ഓരോ വേവിന്റെയും ആംപ്ലിറ്റ്യൂഡുകൾ എങ്കിൽ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് A1 + A2 മിനിമം ആംപ്ലിറ്റ്യൂഡ് A1 - A2 ആണ്. അപ്പൊ മാക്സിമം ഇന്റൻസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു A1 + A2 ഹോൾ സ്ക്വയറും മിനിമം ഇന്റൻസിറ്റി A1 - A2 ഹോൾ സ്ക്വയറുമാണ്. അങ്ങനെയാണെങ്കിൽ ഫേസ് ഡിഫറൻസുമായിട്ടുള്ള റിലേഷൻ ΔΦ/2π = Δλ/λ ΔT/T ആയിരിക്കും. ഇനി നമുക്ക് ബീറ്റ്സിന്റെ കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇനി നമുക്ക് ബീറ്റ്സുകൾ എങ്ങനെയാ ഫോം ചെയ്യുന്നത് നോക്കാം. ഞാൻ ആദ്യം ഇവിടെ ഒരു ഒബ്സർവർ ഉണ്ട്. ഇവിടെ രണ്ട് വേവുകൾ കൂടിച്ചേരാണ്. അപ്പോൾ ഈ ഒരു പോയിന്റിലാണ് ഇയാൾ ഒബ്സർവ് ചെയ്യുന്നതെങ്കിൽ ഞാൻ പറയും x = 0 ആണ്. x = 0 ഇവർ കൂടിച്ചേരുന്നതെങ്കിൽ ഇപ്പോ ഒരു വേവ് ദാ ഇങ്ങനെ വന്ന് ഇങ്ങനെ അതിലൂടെ കടന്നുപോയി, മറ്റൊരു വേവ് ദാ ഇങ്ങനെ വന്ന് കടന്നുപോയി. അപ്പോൾ അതൊരു t = T1 എന്ന ഒരു ടൈമിലാണ് അങ്ങനെ ഇന്റർഫിയർ ചെയ്തത്.
അടുത്ത ഒരു കേസിൽ ആ വേവുകൾ കടന്നുപോയി. ഇനി ആ പോയിന്റിലെ സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെ വന്ന് മറ്റൊരു വേവ് ഇങ്ങനെ എത്തി ഇങ്ങനെ പോയിരുന്നു. അപ്പോൾ അടുത്ത ഒരു സമയത്തിൽ ഇന്റർഫിയർ ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഈ ഒരു രൂപത്തിലാണ്. അപ്പൊ നോക്കൂ, ഇവിടെ നമ്മൾ ആ ഒരു പൊസിഷൻ ഫിക്സ് ചെയ്തിട്ട് നമ്മളതൊരു ഡെറിവേഷന്റെ സുഖത്തിനും കൂടെ വേണ്ടിയിട്ടാണ് ഓരോ ടൈമിൽ വ്യത്യസ്ത രീതിയിലാണ് ഇത് കൂടിച്ചേരുന്നത്. അതാണ് നമ്മൾ പറഞ്ഞിരുന്നത് ബീറ്റ്സ് എന്താണ് ഇന്റർഫറൻസ് ഇൻ ടൈം ആണെന്ന് പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ കൂടിച്ചേരുമ്പോൾ അപ്പൊ എക്സ് ഈക്വൽ ടു നമ്മൾ ഏതാ കൊടുത്തത് 0 ആണ്. അങ്ങനെ കൂടിച്ചേരുന്ന രണ്ട് വേവുകൾ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ നമ്മള് y1 ഈക്വൽ ടു ആംപ്ലിറ്റ്യൂഡ് സെയിം ആണ് എന്ന് കരുതുക. എ ടെക്സ്റ്റിൽ പറഞ്ഞ ഒരു വേവ് ഏത് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല, എ കോസ് ഒമേഗ 1t. y2 എന്ന് പറയുന്ന മറ്റൊരു വേവ് എ കോസ് ഒമേഗ 2t. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്റ്റേഷനറി വേവ് ആണെങ്കിൽ, ഇതിപ്പോ നമ്മൾ പറയുന്നത് ബീറ്റ്സ് ആണല്ലോ, സ്റ്റേഷനറി വേവില് സംഭവിക്കുന്നത് രണ്ട് വേവുകള് മൂവിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. ഒരു വേവ് ദാ ഇങ്ങനെയാണെന്ന് കരുതുക, മറ്റൊരു വേവ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നത്. അത് മാത്രമല്ല ഫ്രീക്വൻസി, ആംപ്ലിറ്റ്യൂഡ്, വേവ് ലെങ്ത് ഇതൊക്കെ രണ്ടാളതും എന്താണ് സെയിം ആണ് വരുന്നത്. സ്റ്റേഷനറി വേവില് ടു വേവ്സ് മൂവിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. ഫ്രീക്വൻസി, ആംപ്ലിറ്റ്യൂഡ്, വേവ് ലെങ്ത് ഇതൊക്കെ എന്താണ് സെയിം ആണ്. അങ്ങനെയാണ് സ്റ്റേഷനറി വേവ് ഫോം ചെയ്യുന്നതെങ്കിൽ ബീഡ്സില് രണ്ട് വേവുകൾ ഫോം ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത് സെയിം ഡയറക്ഷൻ ആണ്. സെയിം ഡയറക്ഷനിലുള്ള രണ്ട് വേവുകളാണ് കൂടിച്ചേരുന്നത്. സ്റ്റേഷനറി വേവിലോ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഇവിടെ രണ്ട് ഫ്രീക്വൻസികളും ഒരിക്കലും സെയിം ആവാൻ പാടില്ല. സ്ലൈറ്റ് ഡിഫറൻസ് ഇൻ ഫ്രീക്വൻസീസ് വേണം, അത് മസ്റ്റ് ആണ് കാര്യം. അപ്പൊ അതൊന്നും ശ്രദ്ധിക്കുക. ഇത് രണ്ട് ഓപ്പോസിറ്റ് ആണ്, ഇത് സെയിം ആണ്. ഇവരുടെ ഫ്രീക്വൻസികൾ സെയിം ആണ്, ഇവരുടെ ഫ്രീക്വൻസികൾ ഒരിക്കലും സെയിം ആവരുത്. ആയാൽ കുഴപ്പമൊന്നുമില്ല, ബീറ്റ്സ് നമുക്ക് അനുഭവപ്പെടില്ല. അപ്പോ ഫ്രീക്വൻസിയിൽ ചെറിയ ഡിഫറൻസ് വേണം. അപ്പൊ നമ്മൾ അതിന്റെ ഡെഫിനിഷൻ തന്നെ പറയുമ്പോൾ അങ്ങനെ ഉണ്ട്, ടു വേവ്സ് മൂവിങ് ഇൻ സെയിം ഡയറക്ഷൻ സൂപ്പർ ഇമ്പോസ് വിത്ത് സ്ലൈറ്റ് ഡിഫറൻസ് ഇൻ ഫ്രീക്വൻസീസ്. ആംപ്ലിറ്റ്യൂഡ് സെയിം ആവാം, അല്ലാതിരിക്കാം. നമ്മൾ എടുത്തത് സെയിം ആയിട്ടാണ്. അപ്പൊ നമ്മൾക്ക് ഫ്രീക്വൻസികളിൽ വ്യത്യാസമുള്ള ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന രണ്ട് വേവുകളാണ് കൂടിച്ചേർന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പ്രകാരം y ഈക്വൽ ടു ആരാണ്, y1 പ്ലസ് y2 ആണ്. ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എ കോസ് ഒമേഗ 1t, എ കോസ് ഒമേഗ 2t. എന്തിനാണ് ഒമേഗ 1 ഒമേഗ 2 എന്ന് കൊടുത്തത്? ഫ്രീക്വൻസിയിലെ സ്ലൈറ്റ് ഡിഫറൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ എനെ നമുക്ക് പുറത്തെടുക്കാം, എന്നിട്ട് കോസ് സി പ്ലസ് കോസ് ഡി എന്ന ഫോർമുലയിൽ കൊടുക്കാം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇക്വേഷൻ 2a കോസ് ഒമേഗ 1 മൈനസ് ഒമേഗ 2 ബൈ 2 ഇൻറ്റു ടി. ഞാൻ സി ഡി ഫോർമുലയാണ് കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ആണ് സ്റ്റേഷനറി വേവിന്റെ പോലത്തെ കുറച്ച് വലിയൊരു ഇക്വേഷൻ ആണ് കിട്ടുക. ഞാൻ ഒന്നുകൂടെ ഇവിടെ എഴുതുന്നുണ്ട്. y ഈക്വൽ ടു 2a കോസ് ഒമേഗ 1 മൈനസ് ഒമേഗ 2 ബൈ 2 ഇൻറ്റു ടി ആണ്, ഇൻറ്റു കോസ് ഒമേഗ 1 പ്ലസ് ഒമേഗ 2 ബൈ 2 ഇൻറ്റു ടി ആണ്. ഞാൻ അവിടെ ടി എഴുതിയിട്ടുണ്ട്, കാണണം. അപ്പോ ഇക്വേഷൻ എന്താ കിട്ടിയ? 2a കോസ് ഒമേഗ 1 മൈനസ് ഒമേഗ 2 ബൈ 2 ഇൻറ്റു ടി ഇൻറ്റു കോസ് ഒമേഗ 1 പ്ലസ് ഒമേഗ 2 ബൈ 2 ഇൻറ്റു ടി. ഇതാണ് നമ്മുടെ ഇക്വേഷൻ കിട്ടുക. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന്, ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റന്റ് അല്ല. നമ്മളൊരു സിംഗിൾ വേവ് എടുക്കുന്ന സമയത്ത് അതിന്റെ ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആയിട്ടാണ് എടുത്തിരുന്നത്. സ്റ്റേഷനറി വേവിലും ബീഡ്സിലും ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റന്റ് അല്ല.
ഈ ആംപ്ലിറ്റ്യൂഡ് നോക്കൂ, സ്റ്റേഷനറി വേവിലായിരുന്നെങ്കിൽ സ്പേസിന്റെ എക്സിന്റെ ഫംഗ്ഷൻ ആയിരുന്നു. അത് ബീറ്റ്സിലാണെങ്കിൽ ടൈമിന്റെ ഫംഗ്ഷനാണ്. അത് നമുക്ക് നോക്കാം. ഇവിടെ ഈ ആദ്യത്തിൽ വരുന്ന ഈ ടേം ഉണ്ടല്ലോ, 2a cos ω1 മൈനസ് ω2/2 ഇൻറ്റു ടി, ഇതാണ് ആംപ്ലിറ്റ്യൂഡ് ആയിട്ട് വരുന്നത്. അപ്പോ ഞാൻ മറ്റൊരു കാര്യം ഇതിനു മുമ്പ് പറഞ്ഞു തീർത്താൽ നമുക്ക് വളരെ സുഖമായി. ഇവിടെ നമ്മൾ കാണുന്ന ω1 പ്ലസ് ω2/2 ഇൻറ്റു ടി എന്നുണ്ടല്ലോ, അതിൽ ω1 പ്ലസ് ω2/2 ആണ് ഈ വേവിന്റെ ആവറേജ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. നമ്മളോട് ബീറ്റ്സിലെ വേവ് ഫോം ചെയ്യുമ്പോൾ എത്രയാണ് ആ ഫോം ചെയ്ത വേവിന്റെ ഫ്രീക്വൻസി, എത്രയാന്ന് ചോദിച്ചാൽ ω1 പ്ലസ് ω2/2 ആണ്. ഇത് ആംപ്ലിറ്റ്യൂഡ് ആണ്, ശ്രദ്ധിക്കണം. അപ്പോ ആ ഒരു കാര്യം ഞാൻ അവിടെ പറഞ്ഞു തീർക്കുകയാണ്. ബീറ്റ്സ് എന്ന് പറയുന്ന വേവ് ഫോം ചെയ്യുമ്പോൾ ആ വേവിന്റെ ആവറേജ് ഫ്രീക്വൻസി എത്രയാണ്? ω1 പ്ലസ് ω2/2 ആണ്. ഇനി നമുക്ക് ബീറ്റ്സിന്റെ ആംപ്ലിറ്റ്യൂഡ് നോക്കാം. ആംപ്ലിറ്റ്യൂഡ് ബീറ്റ്സിൽ വരുന്നത് ഇതാണ്, 2a അല്ല, 2a cos ω1 മൈനസ് ω2/2 ഇൻറ്റു ടി ആണ് വരുന്നത്. ഈ ആംപ്ലിറ്റ്യൂഡ് ഫങ്ഷൻ ഓഫ് ടൈം ആണ്. അപ്പൊ അത് കോൺസ്റ്റന്റ് ആണോ? അല്ല, ആ ആംപ്ലിറ്റ്യൂഡ് മാറിക്കൊണ്ടിരിക്കും. സ്റ്റേഷനറി വേവ് ആയിരുന്നെങ്കിൽ ഇതേപോലെ നമുക്ക് അവിടെ വന്നിരുന്നത് 2a sin kx പോലെയൊക്കെയാണ്. 2a sin kx അല്ലെങ്കിൽ cos kx, ഇതിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് ആയിട്ട് പറഞ്ഞിരുന്നത്. ഈ സമയത്ത് ഈ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഫങ്ഷൻ ഓഫ് എക്സ് ആണ്. അപ്പൊ നോക്കൂ, ബീറ്റ്സിലെ ആംപ്ലിറ്റ്യൂഡ് ഫങ്ഷൻ ഓഫ് ടൈം ആണെങ്കിൽ സ്റ്റേഷനറി വേവിലെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഫങ്ഷൻ ഓഫ് എക്സ് ആണ് വരുന്നത്. ഇനി നമുക്ക് ഇതിലെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എപ്പോഴാ കിട്ടുക, അതേപോലെ മിനിമം ആംപ്ലിറ്റ്യൂഡ് എപ്പോഴാ കിട്ടുക എന്നുള്ളത് നോക്കാം. ഇതില് ആംപ്ലിറ്റ്യൂഡ് ഫങ്ഷൻ ഓഫ് ടൈം ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ആംപ്ലിറ്റ്യൂഡ് കേൾക്കുക ഇങ്ങനെ കുറയുന്ന ഒരു രീതിയിലായിരിക്കും, കൂടി കുറയുന്ന ഒരു രീതിയിലായിരിക്കും ആംപ്ലിറ്റ്യൂഡ് വരുന്നുണ്ടാവുക. അതിന്റെ ഒരു പിക്ചർ നമ്മൾ വരക്കുകയാണെങ്കിൽ രണ്ട് വേവുകൾ, ഒന്ന് ദാ ഇങ്ങനെയാണ്, ഇതാണ് കൂടിച്ചേർന്ന ഒരു വേവ്. മറ്റൊരു വേവ് എന്ന് പറയുന്നത് ദാ ഇങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഫ്രീക്വൻസിയിൽ മാറ്റമുണ്ട്. നമുക്ക് ആ ഒരു ഗ്രാഫ് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഫ്രീക്വൻസിയിൽ മാറ്റം അറിയാൻ പറ്റും. ഇത് കൂടിച്ചേർന്നിട്ട് നമുക്ക് കിട്ടുന്ന സ്റ്റേഷനറി വേവ് ദാ ഇങ്ങനെയായിരിക്കും. സ്റ്റേഷനറി വേവ് അല്ല, ബീറ്റ്സ് എന്ന് പറയുന്ന ആള് ഇങ്ങനെയായിരിക്കും. ഇങ്ങനെയല്ല ഇതിന്റെ പിക്ചർ, സ്റ്റേഷനറി വേവ് പോലെ ഇത് ഇങ്ങനെയല്ല, നമ്മളത് കാണിക്കാൻ വേണ്ടിയിട്ടില്ല. ഇങ്ങനെയാണ് ആ വേവ് ഫോം ചെയ്യുക, കൂടി ചേർന്നിട്ട്. ഇതിനകത്ത് ഞാൻ വരച്ചതുണ്ടോ അതാണ് ബീറ്റ്സിന്റെ വേവായിട്ട് ഫോം ചെയ്യുക. ആ വേവിന്റെ ഇക്വേഷൻ ആയിരുന്നു നമുക്ക് കിട്ടിയത്, 2a cos ω1 മൈനസ് ω2/2 ഇൻറ്റു ടി ഇൻറ്റു cos ω1 പ്ലസ് ω2/2 ഇൻറ്റു ടി. ഈ വേവിന്റെ ഫ്രീക്വൻസി ആരാ? ω1 പ്ലസ് ω2/2 ഇൻറ്റു ടി. അപ്പൊ ഇതാണ് ആ വേവ് ഫോം ചെയ്യുന്ന പിക്ചർ നമുക്ക് കാണിക്കാവുന്നത്. ഇനി അപ്പൊ ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് മാറിക്കൊണ്ടിരിക്കും എന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഈ ആംപ്ലിറ്റ്യൂഡ് മാറിയിട്ട് മാക്സിമം നമുക്ക് കേൾക്കാം, അതേപോലെ തന്നെ മിനിമം കേൾക്കാൻ പറ്റും. നമ്മൾ സൗണ്ട് കേൾക്കുമ്പോൾ മാക്സിമം ആണെങ്കിൽ നല്ല സൗണ്ടും, മിനിമം ഒരു പൊസിഷനിൽ നിന്നിട്ട് നമ്മൾ അതിനെ നോക്കുക. മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ആകുമ്പോൾ നല്ല സൗണ്ട് കേൾക്കും, മിനിമം ആംപ്ലിറ്റ്യൂഡ് ആകുമ്പോൾ കുറച്ച് സൗണ്ടേ കേൾക്കുള്ളൂ. അപ്പോൾ നമുക്ക് മാക്സിമം എപ്പോൾ വരും, മിനിമം എപ്പോൾ വരും എന്ന് നോക്കാം. നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് വന്നത്
അവിടുത്തെ ആംഗിൾ നോക്കിയാൽ 2a കോസ് ω1 മൈനസ് ω2/2 ഇൻറ്റു ടി ആണ് ആ കോസിന്റെ ആംപ്ലിറ്റ്യൂഡിലെ കോസിലെ ആംഗിള് വന്നത്. ആ ആംഗിള് എപ്പോഴാണ് നമുക്ക് മാക്സിമം കിട്ടുക? കോസിന്റെ വാല്യൂ മാക്സിമം വരുന്നത് 0 അല്ലെങ്കിൽ പൈ അല്ലെങ്കിൽ 2π അങ്ങനെ പോകുന്ന വാല്യൂകളിലാണ് നമുക്ക് മാക്സിമം കിട്ടുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ω1 ω2 2π/ν1 മൈനസ് 2π/ν2 ഹോൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ടി ഈക്വൽ ടു 0, π, 2π ഇങ്ങനെ കൊടുത്താലോ? ഇനി നോക്കൂ, എല്ലാത്തിനും നമുക്ക് പൈ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാമെങ്കിൽ അങ്ങനെ പൈ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ, ഇതിലെ 2 കട്ട് ചെയ്ത് കളയാം. ഇനി ഇവിടെ ആരാ ബാക്കിയുള്ളത്? ν1 മൈനസ് ν2 ഇൻറ്റു ടി ഈക്വൽ ടു 0, 1, 2, 3 എക്സെട്ര ഇങ്ങനെ പോകും. ഇനി നമ്മൾ ഇതിന്ന് ടൈം എടുത്തു കഴിഞ്ഞാൽ മാക്സിമം വരുന്ന ടൈമുകൾ കിട്ടും നമുക്ക്. ഒന്ന് 0, അടുത്തത് 1/ν1 മൈനസ് ν2, അടുത്തത് വരുന്നത് 2/ν1 മൈനസ് ν2 ഇങ്ങനെയാണ് പോവുക. അപ്പൊ നമുക്ക് മാക്സിമം വരുന്ന ടൈമുകൾ കിട്ടി. ഒന്നാരാ 0, അടുത്തതാരാ 1/ν1 മൈനസ് ν2, അടുത്തതാരാ 2/ν1 മൈനസ് ν2, അടുത്തത് 3/ν1 മൈനസ് ν2. ഇതാണ് മാക്സിമം സൗണ്ടുകൾ കേൾക്കുന്ന ടൈമുകൾ നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇപ്പോ ബീറ്റ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണെന്നറിയോ? നമ്മൾ ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഒരു വേവ്, ഇപ്പൊ ഞാനൊരു സൗണ്ട് ഉണ്ടാക്കുകയാണ്, ആന്നും പറഞ്ഞിട്ടൊരു സൗണ്ട് ഉണ്ടാക്കി, അതിനൊപ്പം തന്നെ ഫ്രീക്വൻസിയിൽ വലിയ ഡിഫറൻസ് ഇല്ലാത്ത മറ്റൊരു സൗണ്ടും അതിന്റെ കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഇതേപോലെ തന്നെ ആന്നും പറഞ്ഞിട്ടുള്ള സൗണ്ട് ഉണ്ടാക്കി, ഈ 2 സൗണ്ടുകൾ ഒരേ സമയം ഉണ്ടാക്കി കഴിഞ്ഞാൽ സംഭവിക്കുക അങ്ങനത്തെ ഒരു സൗണ്ട് കേൾക്കും. ഇതിനെയാണ് നമ്മൾ ബീറ്റ്സ് പറയുക. ഇങ്ങനെ സൗണ്ട് കൂടി കുറഞ്ഞ് ഉള്ള രീതിയിലുള്ള സൗണ്ടുകൾക്ക് ഇതാണ് ബീറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിനിടയിൽ നമ്മൾ എന്ത് കാണുന്നുണ്ട്? മാക്സിമം സൗണ്ട് കേൾക്കുന്നുണ്ട്, മിനിമം സൗണ്ടും കേൾക്കുന്നുണ്ട്. ഈ മാക്സിമം സൗണ്ട് ഉണ്ടാവുന്ന ആ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാല് ഇതായിരുന്നു നമുക്ക് ഗ്രാഫ് വന്നിരുന്നത്. ഇങ്ങനെ മാക്സിമം കേട്ടിട്ടുള്ള 2 ഇവിടെ മാക്സിമം ആണ്, ഇവിടെയും മാക്സിമം ആണ്. അപ്പൊ ആ മാക്സിമത്തിന്റെ 2 മാക്സിമത്തിനിടയിലുള്ള സൗണ്ടിന്റെ ഇടയിലുള്ള ടൈം കാണാം. അപ്പൊ നമുക്ക് അറിയാലോ 2 മാക്സിമത്തിനിടയിലുള്ള ടൈം കാണണമെങ്കിൽ ഇവ ആരൊക്കെ നമ്മൾ ടൈം വന്നിരുന്നത്? ഒന്ന് 0, അടുത്തതാരാ 1/ν1 മൈനസ് ν2, ഇത് തമ്മിൽ മൈനസ് ചെയ്യാം. അല്ലെങ്കിൽ 2/ν1 മൈനസ് ν2, ഇത് 2 മൈനസ് ചെയ്യാം. അപ്പൊ ഇത് മൈനസ് ഇത് ചെയ്താൽ 1/ν1 മൈനസ് ν2 എന്ന് കിട്ടും. ഇത് മൈനസ് ഇത് ചെയ്താലും 1/ν1 മൈനസ് ν2 എന്ന് കിട്ടും. അതിനെയാണ് നമ്മൾ ബീറ്റ് പീരിയഡ് എന്ന് വിളിക്കുന്നത്. അപ്പോ ബീറ്റ് പീരിയഡ് എന്ന് പറഞ്ഞാൽ 2 മാക്സിമത്തിനിടയിലുള്ള സൗണ്ടാണ്, അല്ലെങ്കിൽ 2 ടൈമാണ്, അല്ലെങ്കിൽ 2 മിനിമത്തിനിടയിലുള്ള ടൈമാണ്. എത്രയാ 2 മിനിമത്തിനിടയിലുള്ള ടൈം കിട്ടിയത്? 1/ν1 മൈനസ് ν2 ആണ്. അല്ലെങ്കിൽ നമ്മൾ ബീറ്റ് ഫ്രീക്വൻസി ആണ് കാണുന്നതെങ്കിൽ ബീറ്റ് ഫ്രീക്വൻസി ഈക്വൽ ടു റെസിപ്രോക്കൽ എടുത്താൽ ν1 മൈനസ് ν2 എന്ന് കിട്ടും. ഇതാണ് ബീറ്റ്സിന്റെ ബീറ്റ് പീരിയഡ്, ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്ന ആളുകൾ. 1/ν1 മൈനസ് ν2 ബീറ്റ് പീരിയഡ്, ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ν1 മൈനസ് ν2 ആണ്. ഇനി നമ്മൾ ബീറ്റ്സിലെ ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. വളരെ സാധാരണയായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ, നമ്മളെ NCERTയിലെ ടെക്സ്റ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെയാണ്. ഇതില് നമ്മൾ ട്യൂണിംഗ് ഫോർക്കുകൾ വെച്ചിട്ടാണ് നമ്മളെ ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ നമ്മൾ കുറച്ച് ടേംസുകൾ ആദ്യം അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ
ലോഡ് ചെയ്യാന്ന് പറയും. ട്യൂണിംഗ് ഫോർക്കിനെ ലോഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ഫ്രീക്വൻസി കുറയും. അത് ശരിക്കും നമുക്ക് ഒരു ഇപ്പൊ സ്ട്രിങ്ങിന്റെ കേസിലൊക്കെ നമുക്ക് പറയാം, ശരിക്കും വേണമെങ്കിൽ റൂട്ട് T/μ എന്നായിരുന്നു വെലോസിറ്റിന്റെ ഇക്വേഷൻ. അപ്പൊ ആ T/μല് മ്യൂ എന്ന് പറഞ്ഞാൽ മാസ്സാണ്. അപ്പൊ ആ മാസ് കൂടിക്കഴിഞ്ഞാൽ ആ വെലോസിറ്റി എന്ത് ചെയ്യും? കുറയും. വെലോസിറ്റി ആണ് ന്യൂ ലാംഡയാണ്. അപ്പൊ ആ ഫ്രീക്വൻസി കുറയും. അത് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ ലോഡ് ചെയ്യുമ്പോൾ ഫ്രീക്വൻസി കുറയും. അടുത്തത് ഫയൽ ചെയ്യുക, ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറയാ വാക്സ് ചെയ്യുക എന്നാണ്. വാക്സ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസി എന്ത് ചെയ്യും? കുറയും, ലോഡ് ചെയ്യുക. അല്ലെങ്കിൽ അടുത്തതാണ് ഫയൽ ചെയ്യുക എന്ന് പറയും. ഫയൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ സ്ട്രിങ്ങിന്റെ മാസ് കുറയും. മാസ് കുറയുമ്പോൾ ഫ്രീക്വൻസി കൂടും. അപ്പൊ ഫയൽ ചെയ്താന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി എന്ത് ചെയ്യും? കൂടുകയാണ് ചെയ്യാം. അല്ലെങ്കിൽ റൂട്ട് T/μ ഉണ്ടല്ലോ, ആ ടെൻഷൻ കൂട്ടി എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി എന്ത് ചെയ്യും? കൂടുകയാണ് ചെയ്യുക. അതേപോലെ ടെൻഷൻ കുറച്ചാൽ ഫ്രീക്വൻസി കുറയും. അപ്പൊ ലോഡ് ചെയ്യുക, ഫയൽ ചെയ്യുക, അതിങ്ങനെ സാധാരണ വരുന്ന ഒരു സാധനമാണ്. ടെൻഷനും വരാം. അപ്പൊ ലോഡ് ചെയ്യുമ്പോൾ ഫ്രീക്വൻസി കുറയും, ഫയൽ ചെയ്യുമ്പോൾ ഫ്രീക്വൻസി കൂടും, ടെൻഷൻ കൂട്ടുമ്പോൾ ഫ്രീക്വൻസി കൂടും, ടെൻഷൻ കുറക്കുമ്പോൾ ഫ്രീക്വൻസി കുറയും. ഈ ഒരു കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഓർത്ത് വെക്കണം. ഇനി ട്യൂണിംഗ് ഫോർക്കുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ ആ ട്യൂണിംഗ് ഫോർക്കിന്റെ ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ സംഭവം സിമ്പിൾ ആണെങ്കിലും ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയുമ്പോൾ ചില ആളുകൾക്ക് അതിൽ വീണ്ടും ഇങ്ങനെ കൺഫ്യൂഷൻസ് വന്നുകൊണ്ടിരിക്കും. അപ്പൊ ആ കൺഫ്യൂഷൻസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഞാനൊരു ടേബിൾ വരക്കും. അതങ്ങോട്ട് കാണാതെ പഠിച്ചാൽ മതി. അത് പഠിക്കാനും സുഖമാണ്. അപ്പൊ ഞാൻ ആദ്യം അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ഒരു ട്യൂണിംഗ് ഫോർക്ക്, ഇത് എ എന്ന് പറയുന്ന ഒരു ട്യൂണിംഗ് ഫോർക്ക് ഉണ്ട്. ഇവിടെ ബി എന്ന് പറയുന്ന ഒരു ട്യൂണിംഗ് ഫോർക്ക് ഉണ്ട്. ഇതില് എയുടെ ഫ്രീക്വൻസി നമുക്ക് അറിയാം, ബിൻ്റെത് അറിയില്ല. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിൽ നമ്മൾ എന്ത് ചെയ്തു എന്നറിയോ? രണ്ടും ഒപ്പം സൗണ്ട് ഉണ്ടാക്കി, രണ്ടും വൈബ്രേറ്റ് ചെയ്തപ്പോൾ രണ്ട് വേവുകൾ കൂടിച്ചേരാണ്. അപ്പൊ നമുക്ക് അവിടെ മാക്സിമം മിനിമം സൗണ്ടുകൾ കേൾക്കാൻ കഴിയും. അവിടെ നമ്മൾ ബീറ്റ്സ് ഉണ്ടായി. അങ്ങനെ ബീറ്റ്സ് ഉണ്ടായത് എക്സ് ബീറ്റ്സ് പെർ സെക്കൻഡ് ആണെന്ന് കരുതുക. എക്സ് ബീറ്റ്സ് പെർ സെക്കൻഡ് ആണ് ഉണ്ടായത്. അപ്പൊ ഒരു 4 ബീറ്റ്സ് ആണെന്ന് പറഞ്ഞാൽ ഇപ്പോ ഇത് നമുക്ക് ഒരു NA എന്ന് കൊടുക്കാം. NA കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എ എന്ന ട്യൂണിംഗ് ഫോർക്കിന്റെ ഫ്രീക്വൻസി ന്യൂ എന്നൊക്കെ കൊടുക്കാം. NA സിമ്പിൾ ആയിട്ട് പറയാനാണ്. NB ആണ് ഇതിന്റെ ഫ്രീക്വൻസി. ഇത് നമുക്ക് അറിയില്ല, NB അറിയില്ല. അങ്ങനെയാണെങ്കിൽ NB ആവാനുള്ള സാധ്യത ഒന്നുകിൽ NA പ്ലസ് എക്സ് ആണ്. കാരണം ഇവരുടെ മൈനസ് ചെയ്താലാണ് എക്സ് ബീറ്റ്സ് പെർ സെക്കൻഡ് ഉണ്ടാവുക. ബീറ്റ്സ് പെർ സെക്കൻഡ്. അപ്പൊ ഫ്രീക്വൻസി നമ്മൾ കാണുന്നത് ന്യൂ1 മൈനസ് ന്യൂ2 ആണല്ലോ. അപ്പൊ അത് മൈനസ് ചെയ്താൽ എക്സ് കിട്ടണം. അപ്പോ ഒന്നുകിൽ NB മൈനസ് NA എക്സ് ആവും, അല്ലെങ്കിൽ NB ഈക്വൽ ടു NA മൈനസ് എക്സ് ആവും. ഇതിൽ രണ്ടാലൊന്നാണ് ഉത്തരം. അത് വളരെ സിമ്പിളാണ്. പക്ഷെ അത് ഏതാന്ന് കണ്ടുപിടിക്കാനാ പ്രയാസം. അപ്പൊ നോക്കൂ, ഇത് NB മൈനസ് NA എക്സ് ആവാം, അല്ലെങ്കിൽ NB മൈനസ് NA എന്നുള്ളത്, അല്ലെങ്കിൽ NA മൈനസ് NB എന്നുള്ളത് എക്സ് ആവാം. ഇതാണ് ഇതിന്ന് കിട്ടുക. അപ്പൊ ഇതിൽ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. അപ്പൊ നമ്മളിത് ചെയ്യാൻ പോവാണ്. അപ്പൊ നിങ്ങള് ഒരു കാര്യം ചെയ്യേണ്ടത് ഇതാണ്. നമ്മള് ഇപ്പോ ഒരാള് ഫ്രീക്വൻസി, നമുക്ക് ബീറ്റ് ഫ്രീക്വൻസി കാണുന്ന സമയത്ത് 5 ആണെന്ന് തന്നു. ഇപ്പോ 250 ആണ് ഒരു ഫ്രീക്വൻസി എങ്കിൽ ബീറ്റ്സ് 5 ആണെന്ന് പറഞ്ഞാൽ അടുത്ത ആളത് ഒന്നുകിൽ 255 ആവാം, അല്ലെങ്കിൽ 245 ആവാം. ഈ ഒരു മീനിങ് എപ്പോഴും ഓർത്തു വെക്കണം. 250 ആണ് ഒരാളുടെ ഫ്രീക്വൻസി, 5 ബീറ്റ്സ് ആണെന്ന് പറഞ്ഞാൽ 255 ആവാം, അല്ലെങ്കിൽ 245. ഇവിടെയാണ് പ്രശ്നം. ഇതിൽ ഏതാണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അതുവരെ എത്താൻ വളരെ സിമ്പിൾ ആണ്. അപ്പൊ ബീറ്റ് ഫ്രീക്വൻസി നമുക്ക് അങ്ങനെ കിട്ടും. ഇനി നമ്മൾക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ ഇതിൽ ആരാ അറിയുന്നത്? എ ആണ് അറിയുന്നത്, ബി എന്ത് ചെയ്യില്ല, നമുക്ക് അറിയില്ല. എക്സ് ബീറ്റ്സ് പെർ സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ എടുക്കുകയാണ്. ഇത് 250 ആണ്. നമുക്ക് അറിയുന്ന ഒന്ന് കിട്ടി.
ഈ പറഞ്ഞ പോലെ എക്സ് 5 ആണെന്ന് തന്നു. അപ്പൊ ആദ്യം ഉണ്ടാക്കിയ ബീറ്റ്സ് എത്രയാണ്? 5 ബീറ്റ്സ് പെർ സെക്കൻഡ് ആണ്. ഞാൻ ചെയ്യുന്ന രീതി നോക്കട്ടോ. അങ്ങനെയാണെങ്കിൽ എൻ ബി ആവാനുള്ള സാധ്യത ഒന്ന് 250 ആണ്, മറ്റൊന്നോ 255 ആണ്, മറ്റൊന്ന് വരുന്നത് 245 ആണ്. ഇനി നോക്കൂ, ഞാൻ ബി എ ഫയൽ ചെയ്തു. ആരെയാണ് ഫയൽ ചെയ്തതെന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ബിനെ ഫയൽ ചെയ്യാം, എനെ ഫയൽ ചെയ്യാം. അപ്പൊ ഞാനിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ബി എ ഫയൽ ചെയ്തു. ബി ഫയൽ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ ഫ്രീക്വൻസി എന്ത് ചെയ്യണം? കൂടണം. ഇനി ആ സമയത്ത് എക്സിന് എന്ത് സംഭവിച്ചു എന്നറിയണം. ആദ്യം ഉണ്ടായിരുന്ന ബീറ്റ്സ് 5 അല്ലേ, ആ ബീറ്റ്സ് കുറഞ്ഞു. ഇങ്ങനെയാണ് സംഭവിച്ചത്. ക്വസ്റ്റ്യനിൽ ഇങ്ങനെ തന്നിട്ടുണ്ട്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട് ശരിക്കും. അപ്പൊ ആ ബീറ്റ്സ് എക്സ് എന്ന് പറയുന്നത് വേണമെങ്കിൽ കുറയാം, ചിലപ്പോ കൂടും, ചിലപ്പോ 5 തന്നെ ആയി തുടരും, ചിലപ്പോ 0 ആവും. ഇത്രയും കണ്ടീഷൻസ് ഉണ്ട്. എക്സ് കുറയാം, കൂടാം, സെയിം ആയി നിലനിൽക്കാം, എക്സ് 0 ആവാം ബീറ്റ്സ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമുക്ക് എന്താ സംഭവിച്ചത്? ബീറ്റ്സ് കുറയാണ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ നോക്കൂ, നമ്മുടെ സ്റ്റാൻഡേർഡ് നമുക്ക് അറിയാവുന്ന ഫ്രീക്വൻസി എത്രയാണ്? 250 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ 255 ആണെങ്കിൽ 245 ആണെങ്കിലും ബി എ ഫയൽ ചെയ്ത് കാരണത്താൽ അതിന്റെ ഫ്രീക്വൻസി എന്ത് ചെയ്യും? കൂടുകയാണ് ചെയ്യുക. അപ്പോ 255 ആണെങ്കിൽ അത് കൂടും. നിങ്ങൾ 256, 257 അങ്ങനെ കൂട്ടി നോക്കൂ. അങ്ങനെ കൂടിയ ഈ വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ വരിക? ഗ്രേറ്റർ ദാൻ 5 ആണ് വരിക. അപ്പൊ ബീറ്റ്സ് കൂടി എന്നർത്ഥം. പക്ഷെ നമുക്ക് തന്നത് എന്താ? ബീറ്റ്സ് കുറഞ്ഞു എന്നാണ്. അങ്ങനെയാണെങ്കിൽ നോക്കണേ, ഈ ബീറ്റ്സ് 245 ആണ് ബിയുടെ ഫ്രീക്വൻസി എന്ന് കരുതുക. നമ്മൾ 255 എടുത്തപ്പോഴാണ് നമുക്കിത് തെറ്റായി കിട്ടിയത്. 245 ആണെങ്കിൽ അതും എന്ത് ചെയ്യണം? കൂടണം. അത് കൂടിയാൽ 246, 247. അപ്പൊ ഇവരുടെ ഡിഫറൻസ് ലെസ് ദാൻ 5 ആയിരിക്കും. അപ്പൊ ആദ്യമുള്ള 5 ഒന്ന് കുറയുന്നു. അത് ഈ കണ്ടീഷൻ ആയിട്ടാണ് കറക്റ്റ് ആവുന്നത്. അപ്പൊ ഇതിന്റെ ആക്ച്വൽ ഫ്രീക്വൻസി എത്രയാണ്? 245 ആണ്. അപ്പൊ ഇതാണ് ഇത് ആലോചിക്കാനുള്ള ഒരു മെത്തേഡ്. അപ്പൊ നോക്കിയാ നിങ്ങള്, ഞാനിപ്പോ എന്താ ചെയ്തത്? ബി എ ഫയൽ ചെയ്തു, അൺനോൺ ആയിട്ടുള്ള ബി എ ഫയൽ ചെയ്തു, ബീറ്റ്സ് കുറഞ്ഞു. നോക്കിക്കോളൂ കേട്ടോ, ഇതാണ് ട്രിക്ക്. ബി എ ഞാൻ ഫയൽ ചെയ്തു. ബി ഏതാ? അൺനോൺ ആണ്. ആ സമയത്ത് എക്സ് എന്ത് ചെയ്തു? ബി എ ഫയൽ ചെയ്താൽ എക്സ് എന്ന് പറയുന്ന ആള് വേണമെങ്കിൽ കൂടാം അല്ലെങ്കിൽ കുറയാം. അപ്പൊ നമുക്ക് ഏതാ കിട്ടിയത്? കുറയാണ് ചെയ്തത്. എക്സ് അല്ലെങ്കിൽ എന്ത് ചെയ്യാം? കൂടാം. എക്സ് അല്ലെങ്കിൽ എന്ത് ചെയ്യാം? സെയിം ആയിട്ട് നിലനിൽക്കാം, അഞ്ചന്നെ ആയിട്ട് നിൽക്കാം. എക്സ് എന്താവാം? 0 ആവാം. ആ സമയത്ത് എൻ ബി കാണണമെങ്കിൽ നമുക്ക് 245 അല്ലേ കിട്ടിയത്? അപ്പൊ 250 എന്ന് പറഞ്ഞാൽ എൻ എ മൈനസ് എക്സ് ആണ് വരിക. അടുത്തതില് ഒക്കെ പ്ലസ് ആയിരിക്കും. എൻ എ പ്ലസ് എക്സ്. എൻ ബി എന്ന് പറയുന്ന അടുത്തത് എൻ എ പ്ലസ് എക്സ് ആയിരിക്കും. അടുത്തത് എൻ ബി ഈക്വൽ ടു എൻ എ പ്ലസ് എക്സ് ആണ് വരിക. അപ്പൊ നോക്കിയാൽ നിങ്ങള്, ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തെ കിട്ടിയ ബാക്കിയൊക്കെ കിട്ടും. ബാക്കി ഇതൊക്കെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇതാണ് ഞാൻ ലാസ്റ്റ് പറയാൻ പോണ ട്രിക്ക്. അത് നമുക്ക് ഒന്നുകൂടെ പരീക്ഷിച്ച് നോക്കാം, വേറെ ഒരു വാല്യൂ എടുത്തിട്ട്. ഇതേ സംഗതികൾ തന്നെ. എന്നിട്ട് ഈ ടേബിൾ നമ്മൾ പഠിക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇപ്പോ ഞാൻ ഇതേ സാധനം തന്നെ ബീനെ ഞാൻ ഫയൽ ചെയ്യുമ്പോൾ ഫ്രീക്വൻസി എന്ത് ചെയ്യും? കൂടും. അങ്ങനെയാണെങ്കിൽ എക്സ് നേരത്തെ നമ്മൾ കുറഞ്ഞു എന്നല്ലേ പറഞ്ഞത്, ഞാനിപ്പോ കൂടി എന്ന് എടുത്താൽ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം എഴുതുന്നത് എൻ ബി ആരൊക്കെ ആവാം? എക്സ് ആദ്യം 5 ആണ്.
ആ 5 ഉള്ളതാണ് കൂടിയത്. അപ്പൊ 5 ആയ സമയത്ത് നോക്കുമ്പോൾ NB എന്ന ആള് 255 ആവാം, അല്ലെങ്കിലോ 245 ആവാം. ഇനി ഇതിന്റെ സ്റ്റാൻഡേർഡ് വാല്യൂ എന്ന് പറയുന്നത് 250 ആണ്. നോൺ നമുക്ക് അറിയാവുന്നത് 250 ആണ്. ഞാൻ കരുതുന്നു 255 ആണ് ഇതിന്റെ ആക്ച്വൽ ഫ്രീക്വൻസി എങ്കിൽ ഫയൽ ചെയ്യുമ്പോൾ ആ ഫ്രീക്വൻസി കൂടും. ആ ഫ്രീക്വൻസി കൂടിയാൽ 256 257 ആ മോഡലിലാവും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇത് ഗ്രേറ്റർ ദാൻ 5 ആണ്. ഗ്രേറ്റർ ദാൻ 5 ആണെങ്കിൽ ബീറ്റ്സ് കൂടി, ഈ കണ്ടീഷനായിട്ട് കറക്റ്റാ. ഇനി ഇത് നോക്കിയാ, ഈ സാധനം നമ്മൾ ഫ്രീക്വൻസി കൂട്ടി, അത് കൂട്ടിയാൽ ഫയൽ ചെയ്യുമ്പോൾ ഫ്രീക്വൻസി കൂടും. അപ്പൊ 246 247 ആ മോഡലാവുമ്പോ ഇത് ലെസ് ദാൻ 5 ആണ്. അപ്പോ എന്ത് സംഭവിക്കും? ബീറ്റ്സ് കൂടാ വേണ്ടത്, അത് ഇതിലാ കിട്ടുന്നത്. അപ്പൊ ബീന്റെ ഫ്രീക്വൻസി ആരാ? 255 ആണ്. വേണ്ട, നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, നേരത്തെ നമുക്ക് കിട്ടിയത് NB ആണ്, NA മൈനസ് എക്സ് ആണ്, പിന്നെ കിട്ടിയത് NA പ്ലസ് എക്സ് ആണ്. ഇനി നമ്മൾക്ക് നോക്കാം, ഈ ബീറ്റ്സ് സെയിം ആയിട്ട് നിന്നു എന്ന് കരുതുക. ബീറ്റ്സ് സെയിം ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നോക്കൂ, സെയിം ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഇതൊരു ചെറിയൊരു തിരുത്തുണ്ട് കേട്ടോ, നമ്മൾ ആ ടേബിൾ നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. സെയിം ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അവിടെ 255 നോക്കൂ, ഇതേ കണ്ടീഷൻ തന്നെ, ഫ്രീക്വൻസികൾ കൂടുക, ഫയൽ ചെയ്തപ്പോൾ ഫ്രീക്വൻസി കൂടി. ഇത് കൂടിയിട്ട് ഇത് കൂടിക്കഴിഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 5 ആണ് കിട്ടുക. ഗ്രേറ്റർ ദാൻ 5 ആണെങ്കിൽ ഇവിടുത്തെ ബീറ്റ്സ് നമുക്ക് സെയിം ആയി എന്ന് പറയാൻ പറ്റില്ല. ഇനി ഈ ഫ്രീക്വൻസി എന്ത് ചെയ്തു? കൂടി. ഇത് കൂടി കൂടി സെയിം കിട്ടാനുള്ള സാധ്യത ഉണ്ടോ? ഉണ്ട്. എപ്പോഴും അറിയോ, ഇത് കൂടി കൂടിയിട്ട് 255 ആണ്. 255 ആയാൽ ഇവര് തമ്മില് 5 ബീറ്റ്സ് കിട്ടും. ഇത് കൂടിയിട്ട് 255 കൂടി പോയാൽ 5 ഒരിക്കലും കിട്ടൂല. ഇനി 245 കൂടി കൂടി 255 ആയാൽ 5 കിട്ടും. അപ്പൊ നമ്മള് നേരത്തെ ടേബിളിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞ ഇതാണ്. ആ ഒരു സൈനുകളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നേ ഉള്ളൂ. ഒന്ന് NB ഈക്വൽ ടു നമുക്ക് കിട്ടിയത് ഏതാ? NA മൈനസ് എക്സ് ആണ്. ഈ സമയത്ത് എക്സ് എന്താ ചെയ്തത്? നമ്മൾ പറഞ്ഞു കുറഞ്ഞു എന്ന് പറഞ്ഞിരുന്നു അല്ലെ. അടുത്തത് NB ഈക്വൽ ടു NA പ്ലസ് എക്സ് എന്നാ കിട്ടിയത്. അപ്പോ എക്സ് എന്ത് ചെയ്തു? കൂടി എന്നാ പറഞ്ഞത്. അടുത്തത് NB ഈക്വൽ ടു എനിക്ക് വീണ്ടും വന്നത് NA മൈനസ് എക്സ് ആണ്. അത് എക്സ് സെയിം ആയപ്പോഴാണ്. ഇനി നമുക്ക് ഒന്നും കൂടെ ഉണ്ട് അല്ലെ. ഫ്രീക്വൻസി എന്തായി? സെയിം അല്ല, ബീറ്റ്സ് ഫ്രീക്വൻസി 0 ആയി. വീണ്ടും ഫയൽ ചെയ്ത് ഞാൻ മാറ്റിയിട്ടില്ല കേട്ടോ. ഫ്രീക്വൻസി 2 ആയാലും കൂടണം. അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ 255 എന്നുള്ളത് കൂടിക്കഴിഞ്ഞാൽ ബീറ്റ്സ് 5നേക്കാൾ മുകളിൽ പോകും. 245 കൂടി കൂടി എപ്പോഴെങ്കിലും 0 ആവുമോ? ആവും. 250 ആയാൽ മതി. അപ്പൊ 250 ആവുമ്പോൾ 0 ആവും. അപ്പൊ 245 ആണ് യഥാർത്ഥ ഫ്രീക്വൻസി. അങ്ങനെയാണെങ്കിൽ NB ഈക്വൽ ടു NA മൈനസ് എക്സ് എന്ന് കൊടുക്കാം. എന്താവുമ്പോൾ? 0 ആവുമ്പോൾ. ഇനി ഞാൻ ഈ ടേബിളാണ് എടുക്കാൻ പോകുന്നത് കേട്ടോ. ഇപ്പൊ നമ്മൾ ബീനെ ഫയൽ ചെയ്തു എന്നുള്ളതാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നോക്കും, ഇനി നിങ്ങൾ പഠിക്കേണ്ടത് ഈ ടേബിളാണ്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് NA എന്ന് പറയുന്ന ആളാണ് നമുക്ക് അറിയാവുന്ന ഫ്രീക്വൻസി. NB ആണ് അറിയാത്തത്, അൺനോൺ ആയിട്ട് വരുന്നത്. X ബീറ്റ്സ് പെർ സെക്കൻഡ് ആണ് ആദ്യം ഉണ്ടാവുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ മുകളിൽ ഒരു ഹെഡിങ് കൊടുക്കുകയാണ്. B എന്ത് ചെയ്തു? ഫയൽ ചെയ്തു. B ഫയൽ ചെയ്തപ്പോ
നമുക്ക് പല സാധ്യതകളാണ് വന്നത്. എക്സ് എന്നുള്ളത് ആദ്യം എന്ത് ചെയ്തു, നമ്മൾ ആദ്യം പറഞ്ഞ ഒരു വാല്യൂ നമ്മൾ കുറയുക എന്നായിരുന്നു അല്ലെ. ആദ്യം നമുക്ക് കൂടിയതൊന്ന് പറഞ്ഞു നോക്കാം. കൂടിയത് എന്തായിരുന്നു, എക്സ് ബീറ്റ്സ് പെർ സെക്കൻഡ് ആയി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾക്ക് കിട്ടിയത് NB ഈക്വൽ ടു NA മൈനസ് എക്സ് ആണ്, NA പ്ലസ് എക്സ് ആണ് വന്നത്. ഇനി അടുത്തൊക്കെ സെയിം ആയിരിക്കും, അതാണ് ശ്രദ്ധിക്കേണ്ടത്. എക്സ് കുറഞ്ഞു എന്ന് വന്നാൽ NB ഈക്വൽ ടു NA മൈനസ് എക്സ് ആണ് വന്നത്. എക്സ് സെയിം ആയി എന്ന് പറഞ്ഞാൽ NB ഈക്വൽ ടു NA മൈനസ് എക്സ് തന്നെയാണ് വരിക. അടുത്തത് എക്സ് 0 ആയി എന്ന് പറഞ്ഞാൽ NB ഈക്വൽ ടു NA മൈനസ് എക്സ്. അതൊക്കെ ഇതൊക്കെ ഒരേപോലെയാണ്. അപ്പൊ ഏതിലെ മാറ്റം വന്ന്, എക്സ് കൂടുമ്പോ, എക്സ് കൂടുന്നോടത്താണ് നമ്മൾക്ക് ഒരു വിഷയം വന്നത് അല്ലെ. അപ്പൊ ഇനി ഞാൻ ആ ടേബിളുകൾ ഉണ്ടാക്കാൻ പോവാ കേട്ടോ. ഇതിന് നേരെ ഓപ്പോസിറ്റ് പറയണം എ ഫയൽ ചെയ്താൽ, ഇതിന് നേരെ ഓപ്പോസിറ്റ് പറയണം എ ഫയൽ ചെയ്താൽ. അപ്പോൾ എ ഫയൽ ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ NB ഈക്വൽ ടു NA മൈനസ് എക്സ്, ഇവിടെ NA പ്ലസ് എക്സ്, NA പ്ലസ് എക്സ്, NA പ്ലസ് എക്സ്, ഇതായിരിക്കും നമുക്ക് ആൻസറുകൾ വരിക. അപ്പൊ നിങ്ങൾ ഓരോന്നും ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ ഞാനിതിന്റെ എല്ലാ ടേബിളുകളും പറയാൻ പോവുകയാണ്. ബി ഫയൽ ചെയ്യും, അതേപോലെ എ ഫയൽ ചെയ്യും, അതേപോലെ ബി ലോഡ് ചെയ്യും, എ ലോഡ് ചെയ്യും. അപ്പൊ നമുക്ക് ഓരോന്നും നോക്കി കഴിഞ്ഞാൽ ബി നമ്മൾ എന്ത് ചെയ്തു, ഫയൽ ചെയ്തു. അടുത്തത് നമുക്ക് പറയാനുള്ളത് എ ഫയൽ ചെയ്തു, ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് വരിക. അടുത്തത് നമുക്ക് പറയാനുള്ളത് ബി എന്ത് ചെയ്തു, ലോഡ് ചെയ്തു. അപ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ്, കാരണം ഫയലിന്റെ ഓപ്പോസിറ്റ് ആണ് ലോഡ്, അപ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. അടുത്തത് നമുക്ക് പറയാനുള്ളത് എ എന്ത് ചെയ്തു, ലോഡ് ചെയ്തു. നമുക്ക് ആകെ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി, ഒന്ന് കിട്ടിയാൽ എല്ലാം കിട്ടും. അപ്പൊ ബി ഫയൽ ചെയ്തു എന്നുള്ളത്, അൺനോൺ ഫയൽ ചെയ്തു എന്നുള്ള സംഗതി പഠിച്ചു വെക്കുക. നമ്മളിതൊന്നും കൂടെ എഴുതാണ്. എക്സ് എന്ത് ചെയ്തു, നമ്മൾ ആദ്യം പറഞ്ഞത് കൂടി എന്നുള്ള അർത്ഥത്തിൽ വന്നപ്പോ NB ഈക്വൽ ടു NA പ്ലസ് എക്സ് എന്നാണ് വന്നത്. എക്സ് കുറഞ്ഞു കഴിഞ്ഞാൽ, എക്സ് സെയിം ആയാൽ, എക്സ് 0 ആയാൽ, അപ്പൊ ഇതൊക്കെ മൈനസ് ആണ്. NB ഈക്വൽ ടു NA മൈനസ് എക്സ്, NB ഈക്വൽ ടു NA മൈനസ് എക്സ്, NB ഈക്വൽ ടു NA മൈനസ് എക്സ്. ഇനി എ ഫയൽ ചെയ്തു, അപ്പൊ ഇതിന് നേരെ ഓപ്പോസിറ്റ് പറഞ്ഞാൽ മതി. എക്സ് കൂടിയാൽ അപ്പൊ നമുക്ക് NB ഈക്വൽ ടു NA മൈനസ് എക്സ്, അടുത്തത് NB ഈക്വൽ ടു NA പ്ലസ് എക്സ്, NB ഈക്വൽ ടു NA പ്ലസ് എക്സ്, NB ഈക്വൽ ടു NA പ്ലസ് എക്സ്. ഇങ്ങനെയാണ് വരിക. ഇനി അടുത്തത് ബി ലോഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇതിന് നേരെ ഓപ്പോസിറ്റ്. അപ്പൊ ഇതേപോലെയാണ് അവിടെ വരിക. NB ഈക്വൽ ടു NA മൈനസ് എക്സ്, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പൊ NB ഈക്വൽ ടു അടുത്തത് NA മൈനസ് എക്സ്, അടുത്തത് NB ഈക്വൽ ടു NA, ഇവിടെ പ്ലസ് ആണ് അല്ലെ, NA പ്ലസ് എക്സ്, NB ഈക്വൽ ടു NA പ്ലസ് എക്സ്. ഇനി ബി ലോഡ് ചെയ്തപ്പോൾ ഇതാണെങ്കിൽ എ ലോഡ് ചെയ്യുമ്പോൾ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. NB ഈക്വൽ ടു NA പ്ലസ് എക്സ്, NB ഈക്വൽ ടു NA, ഇവിടെ മൈനസ് ആണ്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആകുമ്പോൾ പ്ലസ്, ഇവിടെ മൈനസ് എക്സ്. അടുത്തത് NB ഈക്വൽ ടു NA മൈനസ് എക്സ്, അടുത്തത് NB ഈക്വൽ ടു NA മൈനസ് എക്സ്. ഇതാണ് നമുക്ക് വരിക. അപ്പൊ ഈ ടേബിളുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ആ ഓർത്ത് വെക്കുമ്പോൾ ഈ ഒരു ടേബിളാണ് ഓർമ്മ വേണ്ടത്. ഞാൻ നമുക്ക് ഇതിനൊരു ട്രിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാം. ബി ഫയൽ ചെയ്യുമ്പോൾ ഇതാണ് ടേബിൾ നിങ്ങൾ എഴുതി പോകേണ്ടത്. ഇനി നമുക്ക് നോക്കാം. അൺനോൺ ആയിട്ടുള്ള ആളെ ഫയൽ ചെയ്യുമ്പോൾ എക്സ് കൂടുകയാണെങ്കിൽ, ഇതല്ലേ വന്നത്, അങ്ങനെയാണെങ്കിൽ എക്സ് ഇൻക്രീസ് ചെയ്യാണ്, ഐ ആണ് കേട്ടോ. ഇതില് ഇങ്ങനെ എക്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വന്നത്, NB ഈക്വൽ ടു NA, നമുക്ക് ആദ്യം വന്നിരുന്നത് NA ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അല്ലെ, NA പ്ലസ് എക്സ് ആണ് വന്നിരുന്നത്.
ഇത് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ യു ഫിക്സ് എന്ന് ഓർത്തു വെക്കാം. യു ഫിക്സ് എന്ന് പറയുമ്പോൾ അൺനോണിനെ ഫയൽ ചെയ്ത് അപ്പൊ എക്സ് ഇൻക്രീസ് ചെയ്താൽ എൻ ബി ഈക്വൽ ടു എൻ എ പ്ലസ് എക്സ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് വന്നാലൊക്കെ എക്സ് കുറയുക, എക്സ് സെയിം ആവുക, എക്സ് 0 ആവുക. ഈ കേസ് വന്നാലൊക്കെ എൻ എ മൈനസ് എക്സ് ആണ് വരിക. അപ്പൊ അങ്ങനെ ആലോചിച്ച് വെക്കുക കേട്ടോ. യു ഫിക്സ് എന്ന് ആലോചിക്കുക. അൺനോൺ ആണെങ്കിൽ ഫയൽ ചെയ്താൽ എക്സ് ഇൻക്രീസ് ചെയ്യുന്നുവെങ്കിൽ എൻ ബി ഈക്വൽ ടു എൻ എ പ്ലസ് എക്സ്. എന്നിട്ട് ബാക്കിയൊക്കെ മാറ്റാനുള്ള ഒരു രീതി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ ഈ രീതിയിലുള്ള ഒരു പ്രോബ്ലംസ് നിങ്ങൾ ഓർത്തു വെക്കുക. യു ഫിക്സ് കേട്ടോ. ഇനി നമ്മൾ ബീറ്റ്സിലെ മറ്റൊരു പോയിന്റ് ആണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. y1 ഈക്വൽ ടു a sin 1000 pi t, y2 ഈക്വൽ ടു a sin 1004 pi t. നോക്കൂ, ഫ്രീക്വൻസിയിൽ ഡിഫറൻസ് ഉണ്ട്. എത്രയാണ് ബീറ്റ് ഫ്രീക്വൻസി എന്ന് ചോദിക്കും. നമ്മൾ ഇതിന്റെ ഡിഫറൻസ് എടുക്കുക. ഈ 1000 1004 അതാ, അതിന്റെ ഡിഫറൻസ് എത്രയാ? അതിന്റെ ഡിഫറൻസ് വരുന്നത് 4 ആണ്. അതിന്റെ പകുതി എടുക്കുക, 4/2. അതായിരിക്കും ബീറ്റ് ഫ്രീക്വൻസി, 2 beats per second. ഞാൻ അടുത്ത എക്സാമ്പിൾ എഴുതാം. എങ്ങനെ വന്നത് നമുക്ക് നോക്കാം. സിമ്പിൾ ആണ്. അടുത്തത് ഒരു ക്വസ്റ്റ്യൻ. y1 ഈക്വൽ ടു a sin 600 pi t, y2 ഈക്വൽ ടു a sin 610 pi t. ഈ 600ഉം 610ന്റെയും ഡിഫറൻസ് എടുത്താൽ എത്രയാണ്? 10 വരും. 10ന്റെ പകുതി എത്രയാണ്? 5. അടുത്തത് 700ഉം 705 ആണ്. അപ്പൊ 705 ആണെങ്കിൽ ഡിഫറൻസ് 5 ആണ്. 5/2 എത്രയാ? 2.5. അതായിരിക്കും ബീറ്റ് ഫ്രീക്വൻസി വരിക. നമ്മളിത് ചെയ്യുകയാണെങ്കിൽ ഇത് ω1 ആ. അപ്പൊ ആ ഒമേഗ എന്ന് പറയുന്നത് 2π/ν1 ഈക്വൽ ടു നമുക്ക് 600 π എന്ന് കൊടുക്കാം. പൈ കട്ട് ചെയ്ത് പോയി 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ν1 ഈക്വൽ ടു 300 എന്ന് കിട്ടും. അതേപോലെ 2π/ν2 ഈക്വൽ ടു 610 π ആണ്. പൈ പോയി നമ്മള് ഡിഫറൻസ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ 305 കിട്ടും. ഇതിന്റെ ഡിഫറൻസ് ആണല്ലോ ബീറ്റ് ഫ്രീക്വൻസി. അപ്പൊ ν1 മൈനസ് ν2, അപ്പൊ 305 മൈനസ് 300 5 ആണ് കിട്ടുക. അപ്പൊ ഇവിടെ വരുന്ന ആളുടെ ഡിഫറൻസ് കണ്ടിട്ട് പകുതി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബീറ്റ്സ് കിട്ടും. ഇതാണ് ഒരു ചോദ്യം വരുന്നത്. ഇനി നിങ്ങൾ അടുത്ത ഒരു ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയാണ്. സോണോമീറ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് ക്വസ്റ്റ്യൻ വരും. സോണോമീറ്റർ എന്ന് പറഞ്ഞാല് സ്ട്രെച്ച്ഡ് സ്ട്രിങ് ആണ്. സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിന്റെ ഫ്രീക്വൻസി നമുക്കറിയാലോ, c/2l ആണ്. ഫണ്ടമെന്റൽ എടുത്താൽ മതി. അപ്പൊ അതിന്റെ ഫ്രീക്വൻസി ലെങ്ത്തിന് എങ്ങനെയാ പ്രൊപ്പോർഷണാലിറ്റി വരുന്നത്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് വരുന്നത്. 1/l പ്രൊപ്പോർഷണാലിറ്റി. ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ വരും. ഇപ്പൊ ലെങ്ത്തുകൾ തരും. അപ്പൊ ആ ലെങ്ത്തുകൾ തരുമ്പോ 2 ലെങ്ത്തുകൾ തന്നാൽ ν1 ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L1 എന്നും ν2 ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L2 എന്നും പറയാം. ν1/ν2 എത്രയാ? L1/L2 എന്ന് എഴുതാം അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ എഴുതുന്ന സമയത്ത് ഞാൻ എഴുതിയ നോക്കിയാൽ ν1/ν2 ഈക്വൽ ടു L1/L2 ആണ്. ഇനി ഇതിന് ഞാൻ -1 രണ്ട് ഭാഗത്തും കൊടുത്താൽ ν1 മൈനസ് ν2/ν2 ഈക്വൽ ടു L1 മൈനസ് L2 ഡിവൈഡഡ് ബൈ L2 എന്ന് വരും. ഇത് ബീറ്റ്സ് ആണ്. അപ്പൊ ആ ബീറ്റ്സിനുള്ള എന്തെങ്കിലും അവിടെ തന്നിട്ടുണ്ടാവും. അങ്ങനത്തെ ക്വസ്റ്റ്യൻ വരും. അപ്പൊ നിങ്ങൾ സോണോമീറ്റർ എന്ന് കേട്ടാൽ ഉടനെ വരേണ്ട കാര്യം അതാണ്. അപ്പോ നമ്മള് ഇവിടെ ചെറിയൊരു തെറ്റുണ്ട് അല്ലെ. 1/L1 ആണ്, 1/L2. അപ്പൊ ഇവിടെ L2/L1 ആണ്. ഇവിടെ L2 മൈനസ് L1/L1 എന്ന് വരും.
അപ്പോൾ ഇൻവേഴ്സ് പ്രൊപ്പോർഷണാലിറ്റി ഓർത്തു വെക്കുക. അപ്പോൾ നമ്മളൊന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം. സോണോമീറ്ററിന്റെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ലെങ്ത്തിന് എങ്ങനെയാ പ്രൊപ്പോർഷണാലിറ്റി? ഇൻവേഴ്സ്ലി ആണ്. അതുകൊണ്ട് ν1/ν2 ഈക്വൽ ടു L2 ആരാണ്? L1 ആണ്. -1 കൊടുത്താൽ പെട്ടെന്ന് എഴുതാൻ കഴിയണം. രണ്ടിടത്തും -1 കൊടുത്തു നോക്കിയാൽ ν1 - ν2 ഡിവൈഡഡ് ബൈ ν2 ഈക്വൽ ടു, ഇത് തിരിഞ്ഞാൽ വരും അല്ലെ, L2 - L1 ഡിവൈഡഡ് ബൈ L1 എന്ന് വരും. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മൾക്ക് ഒരു 95 സെന്റിമീറ്റർ ഉണ്ട് ഒരു ലെങ്ത്, അടുത്തത് 100 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ 95ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി ഒരു 250 ആണെന്ന് കരുതുക. അങ്ങനെ 250 ആണെങ്കിൽ 100ന് നമുക്ക് എത്രയാണ് എന്നറിയില്ല. അപ്പൊ നോക്കിയാ നമ്മളിവിടെ ഏറ്റവും വലുതേതാ? 100 ആണ്. അപ്പൊ ഞാൻ എഴുതും 100ന്റെ ഫ്രീക്വൻസി എന്തായിരിക്കും? ലെങ്ത് കൂടിയാൽ ഫ്രീക്വൻസി കുറയുക ചെയ്യുക. അപ്പൊ ലെങ്ത് കുറഞ്ഞതിന്റെ ഫ്രീക്വൻസി കൂടുതലാണ്. ഇനി ഞാൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എഴുതിയാൽ ആദ്യം തന്നെ നിങ്ങൾ ലെങ്ത് ആയിരിക്കും തരിക, വലുത് ബൈ ചെറുത് എഴുതുക, 100/95. ഇനി 95ൻ്റെതാണ് മുകളിൽ വരിക. അപ്പൊ 250 ഡിവൈഡഡ് ബൈ ഇവിടെ ന്യൂട്ടൺ അറിയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളിത് ഇവിടുന്ന് ന്യൂട്ടൺ ഒക്കെ കണ്ടുപിടിക്കാം. ഇതെങ്ങനെ നമ്മൾ എഴുതുക? 250 മൈനസ് ന്യൂട്ടു ഡിവൈഡഡ് ബൈ ന്യൂട്ടു ഈക്വൽ ടു 100 മൈനസ് 95 എത്രയാ? 5 ഡിവൈഡഡ് ബൈ 100. താഴെ വരുന്നത് 95 ആണ് അല്ലെ, ഇങ്ങനെയാണ് വരിക. അങ്ങനെയാണെങ്കിൽ ബീഡ്സ് ν1 ഇത് മൈനസ് ഇത് ഈക്വൽ ടു 5 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ന്യൂട്ടൺ എത്രയാണെന്ന് കിട്ടും അല്ലെ, അത് 245 ആയിരിക്കും. അല്ലാതെ തന്നെ നേരിട്ട് നമുക്ക് അവിടുന്ന് ന്യൂട്ടൺ കിട്ടുന്നതാണ്. പക്ഷെ ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് ആവശ്യമുണ്ട്. ക്വസ്റ്റ്യൻ ഇങ്ങനെയല്ല, വേറൊരു രീതിയിൽ വരുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ഒന്ന് നോക്കാം. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ നോക്കാം. ν1/ν2 ആര്, ν1 - ν2/ν2 ആര് എന്നുള്ളത് ആണ് ഓർത്ത് വെക്കേണ്ടത്. ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു സോണോമീറ്റർ വയർ ഉണ്ട്, ഇവിടെ ഒരു ട്യൂണിംഗ് ഫോർക്കും ഉണ്ട്. ഇവർ തമ്മില് ബീറ്റ്സ് ഉണ്ടാക്കിയത് 4 ബീറ്റ്സ് പെർ സെക്കൻഡ് ആണ്. സോണോമീറ്ററും ട്യൂണിംഗ് ഫോർക്കും കൂടെ ഉണ്ടാക്കിയത് എത്രയാണ്? 4 ബീറ്റ്സ് പെർ സെക്കൻഡ് ആണ്. ഇതേ 4 തന്നെയാണ് 95 സെന്റിമീറ്റർ ആക്കിയപ്പോഴും 100 സെന്റിമീറ്റർ ആക്കിയപ്പോഴും. അപ്പൊ ഈ രണ്ടെണ്ണത്തില് ഈ ലെങ്ത്തുകൾ മാറ്റുന്ന സമയത്ത് ആ ഫ്രീക്വൻസികൾ മാറും. അപ്പൊ ആ ഫ്രീക്വൻസികൾ മാറുമ്പോൾ രണ്ട് സമയത്തും എത്ര ബീറ്റ്സ് തന്നെയാണ്? 4 ബീറ്റ്സ് ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ട്യൂണിംഗ് ഫോർക്കിന്റെ ഫ്രീക്വൻസി എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. നോക്കൂ, ഞാന് ഈ ട്യൂണിംഗ് ഫോർക്കിന്റെ ഫ്രീക്വൻസി ന്യൂ എന്നെടുത്തു. അപ്പൊ നമുക്ക് ആരെയാ കണ്ടുപിടിക്കേണ്ടത്? ന്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി നമുക്ക് 95 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ ലെങ്ത് കുറവാണെങ്കിൽ ഫ്രീക്വൻസി കൂടും, ν1 കൂടുതലാണ്. അടുത്ത 100ന്റെ ഫ്രീക്വൻസി ആണ് ν2 എങ്കിൽ ബീറ്റ്സ് 4 ആണ്. ν1 ν2 ന്യൂ ആരാ കണ്ടുപിടിക്കേണ്ടത്? ന്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതുന്നത് നോക്കൂ കേട്ടോ. ഇത് ലെങ്ത് ആരാ കുറവ്? 95 ആണ്. അപ്പൊ ν1 കൂടും. ν1 കൂടുതലാണ്, ν2 കുറവാണ്. അപ്പൊ ν1 കൂടുതലാണെങ്കിൽ ν1 മൈനസ് ന്യൂ ഈക്വൽ ടു ആരായിരിക്കും? 4 ആണ്. ν1 മൈനസ് ന്യൂ ഈക്വൽ ടു വരുന്നത് ആരാണ്? 4 ആണ് വരുന്നത്. അടുത്തത് ν2 കുറവാണ്. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് ന്യൂ കൂടിയാൽ മതി. ന്യൂ മൈനസ് ν2 ഈക്വൽ ടു 4 എന്ന് കിട്ടും. കാരണം ഈ ν2 മാറുന്നുണ്ട്, ν1 ഉള്ള ν2 ആവുന്നുണ്ട്, എന്നിട്ടും 4 തന്നെയാണെങ്കിൽ അങ്ങനെ എഴുതുക. അപ്പൊ ആ എഴുതുന്ന രീതി അങ്ങോട്ട് മനസ്സിൽ വേണം. ν1 മൈനസ് ന്യൂ ഈക്വൽ ടു 4, ന്യൂ മൈനസ് ν2 ഈക്വൽ ടു 4. അതിനേക്കാൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പഠിച്ചു വെക്കാം. ഇത് അങ്ങോട്ട് ആഡ് ചെയ്ത് നോക്കിയാൽ, ഇത് ആഡ് ചെയ്താൽ വരുന്നത് ν1 മൈനസ് ν2 ഈക്വൽ ടു 8 ആയിരിക്കും. അപ്പൊ നമ്മൾക്ക് ν1 മൈനസ് ν2 എന്ത് കിട്ടി? 8 കിട്ടി.
അങ്ങനെയാണെങ്കിൽ ഞാൻ മുന്നത്തെ സ്റ്റെപ്പ് എടുക്കാൻ പോവാണ്. ν1 മൈനസ് ν2 ഡിവൈഡഡ് ബൈ ν1 കൊടുക്കുകയാണ്. ν1 മൈനസ് ν2 ഡിവൈഡഡ് ബൈ ν1. ഇത് നമ്മൾ എഴുതിയിരുന്നില്ലേ, ν1 ബൈ ν2 അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ν2 കൊടുക്കാം. ν1 ബൈ ν2 ഈക്വൽ ടു L2 ബൈ L1. അപ്പോൾ നമുക്ക് ν1 മൈനസ് ν2 ബൈ ν2 എന്ന് കൊടുക്കുമ്പോൾ ഇവിടെയും ν2 എന്ന് കൊടുക്കണം. ഈക്വൽ ടു ലെങ്ത്തിലുള്ളത് പറയും. ലെങ്ത്തിലുള്ളത് ν1 ബൈ ν2, അപ്പോൾ L2 ബൈ L1. L2 മൈനസ് L1 ബൈ L1 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ L2 എന്ന് പറഞ്ഞാൽ വലിയ ലെങ്ത് ആവണം. 100 മൈനസ് 95 എത്രയാ? 5 ആണ് വരിക. അപ്പോ 8 ബൈ ν2 ഈക്വൽ ടു 5 ഡിവൈഡഡ് ബൈ L1 എന്ന് പറഞ്ഞാൽ ചെറുതാണ്, എത്രയാ? 95 ആണ്. ഇത് നമുക്ക് ആരെ സോൾവ് ചെയ്യാം? ν2നെ കിട്ടും. ν2 ചെയ്യുന്ന നേരത്തെ നമുക്ക് വേണമെങ്കിൽ 5 കട്ട് ചെയ്യാം അല്ലേ. 5 കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരിക എത്രയാ? ഇവിടെ 5 പോയി 1, പിന്നെ നമുക്ക് 45 ഉണ്ട്. അപ്പോൾ 19 വരും. 1/19 ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ആ 19 വെയിറ്റും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ν2 കിട്ടും. ν2 ഈക്വൽ ടു 8 × 19 ആണ്. അപ്പോൾ നമുക്ക് 152 എന്ന് വരും അല്ലേ. 152 ആണ് ν2. ഇനി നമ്മൾക്ക് ആൻസർ കിട്ടും. ഇത് 152 ആണെങ്കിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 152 ഇവിടെ വന്നാൽ ഇത് അങ്ങോട്ട് കൊണ്ടുപോയാൽ 152 പ്ലസ് 4 എത്രയാ? 156 ആണ് വരിക. ആരത്? ന്യൂ കിട്ടും, ട്യൂണിംഗ് ഫോർക്കിന്റെ. അപ്പോൾ നമ്മൾ ഇതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഞാൻ ആ സ്റ്റെപ്പുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കൽ കൂടെ പറയാം. ഇതാണ് സോണോമീറ്ററിൽ ഇത് ഒരുപാടധികം ചോദിച്ചിട്ടുള്ളതാണ്. ഏതെന്നറിയോ? ഈ 4 ബീറ്റ്സ് പെർ സെക്കൻഡ് സെയിം ആയിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്. നോക്കിയാൽ ഒന്ന് ν1 മൈനസ് ന്യൂ ഈക്വൽ ടു എക്സ് ആണെന്ന് തന്നു. അടുത്തത് ന്യൂ മൈനസ് ν2 ഈക്വൽ ടു എത്ര തന്നെയാണ്? എക്സ് ആണെന്ന് തന്നു. ഇനി എക്സ് അല്ലെങ്കിൽ മറ്റൊരു വാല്യൂ 2x എത്ര ആയിക്കോട്ടെ, അതിനുള്ള അനുസരിച്ച് തന്നാൽ ഇത് നമ്മൾ എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. അടുത്ത സ്റ്റെപ്പ് ആഡ് ചെയ്യലാണ്. ν1 മൈനസ് ν2 ഈക്വൽ ടു നമുക്ക് ഈ ഒരു കേസിൽ 2x എന്ന് കൊടുക്കാം. അപ്പൊ ആ 2x അല്ലാത്തതിന് പകരം ചിലപ്പോൾ x1 x2 ആയിരിക്കും. അപ്പൊ x1 പ്ലസ് x2 കൊടുക്കുക. അത് നമുക്ക് തന്നിട്ടുണ്ടാവും. ഇനി ഞാൻ താഴെ ഇവിടെ എന്ത് കൊടുത്തു? ν2. ഇവിടെ താഴെ ν2 ഈക്വൽ ടു ലെങ്ത്തിന്റെ പറയും. നമുക്ക് ലെങ്ത് വരുന്നത് ν1 മൈനസ് ν2, അപ്പൊ L2 മൈനസ് L1 ബൈ L1 എന്നാണ് വരിക. അതിൽ വലുത് മൈനസ് ചെറുത് ഡിവൈഡഡ് ബൈ ചെറുതാണ് വരിക. ഇങ്ങനെ സോൾവ് ചെയ്താൽ നമുക്ക് ν2 കിട്ടും. അത് കിട്ടിയാൽ ന്യൂ കിട്ടും, ν1 കിട്ടും, എല്ലാം കിട്ടും. അപ്പോൾ ഈ രീതിയിലാണ് സോണോമീറ്ററിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി അടുത്തത് നമുക്ക് വരുന്നത് ഈ ഒരു രീതിയിലാണ്. നോക്കാം. സോണോമീറ്റർ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് വരാവുന്ന അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. അപ്പൊ നമുക്ക് 2 വേവ് ലെങ്ത്തുകൾ തരും. λ1 തരും, അതേപോലെ λ2 തരും. 2 വേവ് ലെങ്ത്തുകളായിട്ട് തരും. അപ്പൊ എന്താണ് ബീറ്റ് ഫ്രീക്വൻസി എന്നാണ് അറിയേണ്ടത്. നമുക്കറിയാം സി ഈക്വൽ ടു ആരാ? ന്യൂ ലാംഡയാണ്. ν1 ഈക്വൽ ടു സി ബൈ λ1 എന്ന് കൊടുക്കാം. ν2 ഈക്വൽ ടു സി ബൈ λ2 എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ν1 മൈനസ് ν2 ഈക്വൽ ടു സി ഇൻറ്റു 1 ബൈ λ1 മൈനസ് 1 ബൈ λ2. ഈ രീതിയിലും ക്വസ്റ്റ്യൻ വരാം. സി തന്നിട്ടുണ്ടാവും. λ1 λ2 തന്നാൽ ഡയറക്റ്റ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും വരാം. ഇനി നിങ്ങൾ മറ്റൊന്ന് മനസ്സിലാക്കേണ്ടത് ഈ ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്, ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ സ്ലൈറ്റ് ഡിഫറൻസ് ഇൻ ഫ്രീക്വൻസീസ് വേണം. അത് ആ ഡിഫറൻസ് 10 താഴെ ആവണം. 10 മുകളിലാണെങ്കിൽ ബീറ്റ്സ് കേൾക്കത്തില്ല. അപ്പൊ നമ്മൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. ബീറ്റ്സ് 10 അല്ലെങ്കിൽ 10 താഴെ ആവണം. 12 ആണ് ബീറ്റ്സ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ ആ സമയത്ത് നമുക്ക് ബീറ്റ്സ് കേൾക്കാൻ കഴിയില്ല. നമ്മുടെ പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗുമായി ബന്ധപ്പെട്ടിട്ടാണ് അത് വരുന്നത്. 1/10 സെക്കൻഡ് ആണ് ഒരു സൗണ്ട് നമ്മളെ ഒരു സൗണ്ട് കേട്ടതിന് ശേഷം 1/10 സെക്കൻഡിന് ശേഷം മാത്രമേ അടുത്ത സൗണ്ട് വരാൻ പാടുള്ളൂ, എന്നാലേ അത് കേൾക്കുള്ളൂ. അതുകൊണ്ട് അതിന്റെ റെസിപ്രോക്കൽ 10. അതാണ് നമ്മുടെ ബീറ്റ് ഫ്രീക്വൻസിയുടെ ലിമിറ്റ്.
അപ്പോൾ ബീറ്റ് ഫ്രീക്വൻസി 2 ബീറ്റ്സ് കേൾക്കും 3 കേൾക്കും 10 കേൾക്കും 11 കേൾക്കില്ല. അപ്പോൾ നമുക്ക് ആ സൗണ്ടുകൾ കൂടി ചേർന്ന പോലെയാണ് തോന്നുന്നത്, ഒറ്റ സൗണ്ടായിട്ടേ കേൾക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഇതാണ് അതിന്റെ ലിമിറ്റ് വരുന്നത്. ആ ഒരു കാര്യം കൂടെ ഓർത്ത് വെക്കാം. അപ്പോൾ ഇതിന്റെ കുറച്ചൊക്കെ ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻസ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി വേവ്സിൽ ബാക്കി വരുന്നത് ഡോപ്ലർ എഫക്റ്റും കൂടെയാണ് ബാക്കി വരുന്നത്. നമുക്ക് ഡോപ്ലർ എഫക്റ്റ് ഒന്ന് നോക്കാം. Doppler effect, variation of intensity of sound due to the relative motion of observer and the listener എന്ന് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. നമ്മൾ ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുന്ന സമയത്തൊക്കെ അത് വളരെ വിശദമായിട്ട് ഇങ്ങനെ സൗണ്ട് കൂടുക കുറയുക എന്നുള്ള തോന്നലിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ട്രെയിൻ ഇങ്ങനെ ഒരു സൈറൺ മുഴക്കിയിട്ട് ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മുടെ അടുത്തോട്ട് വരുമ്പോൾ ആ സൗണ്ട് കൂടുന്ന പോലെ തോന്നും, അകന്നു പോകുമ്പോൾ സൗണ്ട് കുറയുന്ന പോലെ തോന്നും. അപ്പോൾ ഇതില് അങ്ങനെ ഒരു ഒബ്സർവറും ഉണ്ട്, ഒരു ലിസണറും ഉണ്ട്. ഇവരുടെ റിലേറ്റീവ് മോഷൻ കാരണത്താൽ ഉണ്ടാകുന്ന ഫ്രീക്വൻസിയിൽ നമുക്ക് അനുഭവപ്പെടുന്ന ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡോപ്ലർ എഫക്റ്റ്. ഇതിൽ ഡോപ്ലർ എഫക്റ്റില് നമുക്ക് അനുഭവപ്പെടുന്ന അപ്പാരന്റ് ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ C-CL ഡിവൈഡഡ് ബൈ C-CS ഇൻറ്റു ന്യൂ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് ന്യൂ ഡാഷ് എന്ന് പറഞ്ഞാൽ ആരാണ്? അപ്പാരന്റ് ഫ്രീക്വൻസിയാണ്. ന്യൂ ആരാ? ആക്ച്വൽ ഫ്രീക്വൻസി. അപ്പൊ ആ സൈറൻ ഉണ്ടാക്കുന്ന ഫ്രീക്വൻസിയാണ് ന്യൂ. ന്യൂ ഡാഷ് എന്ന് പറഞ്ഞാൽ ഞാൻ കേൾക്കുന്ന ഫ്രീക്വൻസിയാണ്. സി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് സൗണ്ട് ആണ്. CL എന്ന് പറയുമ്പോൾ വെലോസിറ്റി ഓഫ് ലിസണർ, കേൾക്കുന്ന എന്റെ വെലോസിറ്റി ആണ് CL. സോഴ്സിന്റെ വെലോസിറ്റി ആണ് CS. ഇതൊക്കെ ഇപ്പൊ നമ്മൾക്ക് അറിയാം. ഇനി നമ്മൾക്ക് ഇത് എങ്ങനെയാണ് ഇതിന്റെ ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്തു പോകണമെന്ന് നോക്കാം. നമുക്ക് ഇങ്ങനെയാണ്. ഞാന് സോഴ്സും ലിസണർ അപ്രോച്ചിങ് ഈച്ച് അതർ എന്ന് പറഞ്ഞാൽ, സോഴ്സും ഉണ്ട് ലിസണർ അപ്രോച്ചിങ് ഈച്ച് അതർ ആണെങ്കിൽ ആദ്യം നമുക്ക് ആ പിക്ചർ വരക്കണം. എസും എല്ലും കൊടുത്തിട്ട് ദാ സോഴ്സ് ഇങ്ങോട്ടും ലിസണർ ഇങ്ങോട്ടും ആവുമ്പോഴാണ് അത് അപ്രോച്ചിങ് ഈച്ച് അതർ ആവുന്നത്. അപ്പോ ഈ വെലോസിറ്റി ആണ് ആര്? CS എന്ന് പറയുന്നത്. ഇതാണ് ആര്? CL. ഇനി നമ്മൾ ചെയ്യേണ്ടത് വെലോസിറ്റി ഓഫ് സൗണ്ട് എപ്പോഴും സോഴ്സ് ടു ലിസണർ ആണ് C വരിക. എന്നിട്ട് ഈ ഇക്വേഷൻ എഴുതുക. ഇത് എഴുതിയിട്ട് ന്യൂ ഡാഷ് ഈക്വൽ ടു C-CL ഡിവൈഡഡ് ബൈ C-CS ഇൻറ്റു ന്യൂ ആണ്. ഇതിൽ സിന്റെ അതേ ഡയറക്ഷനിലാണ് CS. അപ്പൊ ആ മൈനസ് അവിടെ നിന്നോട്ടെ. പക്ഷെ സിയും CLും ആരാ? ഓപ്പോസിറ്റ് ആണ്. അപ്പൊ എന്ത് ചെയ്യണം? പ്ലസ് ആക്കണം. അപ്പൊ നമ്മൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിങ്ങനെ സംഭവിക്കുമ്പോൾ ന്യൂ ഡാഷ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ന്യൂ ആണ്. കാരണം ഇവിടെ പ്ലസും ഇവിടെ മൈനസും ആണ്. ഇവിടെ ന്യൂ ഡാഷ് ഗ്രേറ്റർ ദാൻ ന്യൂ ആയിരിക്കും. ഇങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്ത് പോകേണ്ടത്. നമുക്ക് അടുത്തൊരു കേസ് നോക്കാം. സോഴ്സ് ആൻഡ് ലിസണർ മൂവിങ് എവേ ഫ്രം ഈച്ച് അതർ ആണെങ്കിൽ, നമ്മളിവിടെ സോഴ്സ് ഇവിടെ ലിസണർ കൊടുത്തു കഴിഞ്ഞാൽ ഇതാ ഇത് മൂവിങ് എവേ ആണ്, ഇതും മൂവിങ് എവേ ആണ്. ഇതാരാ? CS ആണ്. ഇത് വരുന്നത് CL ആണെങ്കിൽ സോഴ്സ് ടു ലിസണർ ആണ് എപ്പോഴും C വരിക. ഇനി നമ്മൾ ഇതിന്റെ ജനറൽ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ ന്യൂ ഡാഷ് ഈക്വൽ ടു C-CL ഡിവൈഡഡ് ബൈ C-CS ഇൻറ്റു ന്യൂ ആണ്. ഇതിൽ ഓപ്പോസിറ്റ് ആരാ വന്നത്? സിയും CSും ആണ്. അത് ഇവിടെ പ്ലസ് ആവും. ഈ ഒരു അവസരത്തിൽ നമുക്ക് മനസ്സിലാവും മുകളിൽ ആരാ? നെഗറ്റീവ് ആണ്, താഴെയോ പോസിറ്റീവ് ആണ്. അപ്പൊ ന്യൂ ഡാഷ് ഗ്രേറ്റർ ദാൻ ആരാവും? ന്യൂ ആയിരിക്കും. ഇനി നമുക്ക് അടുത്ത ഒരു കേസ് നോക്കാം. സോഴ്സ് അപ്രോച്ച് ചെയ്യാണ്, ലിസണർ മൂവിങ് എവേ ആണ്. സോഴ്സ് ഉണ്ട്, ലിസണർ ഉണ്ട്. സോഴ്സ് അപ്രോച്ച് ചെയ്യാണ്, ലിസണറോ മൂവിങ് എവേ ആണ്. ഇതാണ് CS വരുന്നത്, ഇതാണ് ആര്? CL വരുന്നത്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഓഫ് സൗണ്ട് നമ്മൾ എപ്പോഴും എവിടെ നിന്ന് കണ്ട് അടയാളപ്പെടുത്തുക? സോഴ്സ് ടു ലിസണർ. ഇവിടെ നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ ന്യൂ ഡാഷ് ഈക്വൽ ടു C-CL ഡിവൈഡഡ് ബൈ C-CS ഇൻറ്റു ന്യൂ ആണ്. ഇവിടെ ആരെങ്കിലും ഓപ്പോസിറ്റ് ഉണ്ടോ?
ഇല്ല. അപ്പൊ നമ്മൾക്ക് ഇങ്ങനെയാണ് നമ്മൾ ഡോപ്ലർ എഫക്റ്റിന്റെ അപ്പാരന്റ് ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ കൊടുക്കുന്നത്. ഇതിൽ ഏതെങ്കിലും റെസ്റ്റ് ആണെങ്കിൽ, ഇപ്പൊ ലിസണർ റെസ്റ്റിലാണെങ്കിൽ എന്ത് ചെയ്യണം, ആ വെലോസിറ്റി 0 കൊടുക്കുക. അതേപോലെ തന്നെ സോഴ്സ് റെസ്റ്റിലാണെങ്കിൽ ആ വെലോസിറ്റി എന്ത് കൊടുക്കുക, 0 കൊടുക്കുക. ഇത് നമുക്ക് കുറച്ച് മാറ്റങ്ങൾ വരുന്ന ഭാഗങ്ങളൊന്ന് നോക്കാം. ഒന്ന്, ഡോപ്ലർ എഫക്റ്റ് ഇല്ലാത്തൊരവസ്ഥയാണ്. ഡോപ്ലർ എഫക്റ്റ് ഇല്ലാതിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ന്യൂ ഡാഷ് ഈക്വൽ ടു ന്യൂ തന്നെ കിട്ടും. അപ്പാരന്റ് ഫ്രീക്വൻസി ഈക്വൽ ടു ആക്ച്വൽ ഫ്രീക്വൻസി ആയിരിക്കും. അതിന് സംഭവിക്കപ്പോഴാണെന്ന് ചോദിച്ചാൽ, ഇത് സോഴ്സ് ആണ്, ആ സോഴ്സ് v വെലോസിറ്റിയിൽ പോകുന്നു, ലിസണർ അതേ വെലോസിറ്റിയിൽ അതേ ഡയറക്ഷനിൽ പോയാൽ ഇവിടെ റിലേറ്റീവ് മോഷൻ ഇല്ല. അപ്പൊ അവിടെ ആക്ച്വൽ ഫ്രീക്വൻസി ഈക്വൽ ടു അപ്പാരന്റ് ഫ്രീക്വൻസി ആയിരിക്കും. അപ്പൊ സി മൈനസ് ആ സി എൽ അവിടെ പോവാണ്, അത് രണ്ടും സി മൈനസ് വി ഡിവൈഡഡ് ബൈ സി മൈനസ് വി, അത് 1 ആയി പോകും. ഇനി മറ്റൊരു കേസ് വരുന്നത്, ഒരു സർക്കിളിലാണ് ലിസണർ മൂവ് ചെയ്യുന്നത് കരുതുക. ഇതിന്റെ ഒത്ത സെന്ററിൽ, അത് ശ്രദ്ധിക്കണം കേട്ടോ, സെന്ററിലാവണം. സെന്ററിലാണെങ്കിലും എന്തില്ല, അപ്പാരന്റ് ഫ്രീക്വൻസി ഈക്വൽ ടു ആക്ച്വൽ ഫ്രീക്വൻസി ആയിരിക്കും. കാരണം ഈ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഈ ഡിസ്റ്റൻസ് മാറൂല. എപ്പോ നോക്കിക്കഴിഞ്ഞാലും ആ ഡിസ്റ്റൻസ് ഒരേപോലെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് മാറിയിട്ട് ലിസണർ ഇവിടെ സോഴ്സ് എവിടെ ആയാലും കുഴപ്പമില്ല, അപ്പോഴും ന്യൂ ഡാഷ് ഈക്വൽ ടു ആരായിരിക്കും, ന്യൂ ആയിരിക്കും. അപ്പോ ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നോക്കി വെക്കേണ്ടത്. ആക്ച്വൽ ഫ്രീക്വൻസി ഈക്വൽ ടു അപ്പാരന്റ് ഫ്രീക്വൻസി ആവുന്ന കേസുകളാണ്. ഇനി മറ്റൊരു കേസ്, നമ്മള് NCERTയുടെ ഏറ്റവും അവസാനത്തിലുള്ള ഒരു വവ്വാലിന്റെ, ഒരു ബാറ്റിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും, ചിലപ്പോൾ ബാറ്റ് എന്നാവില്ല, ചിലപ്പോൾ ഒരു വാഹനം, അത് ഒരു v വെലോസിറ്റിയിൽ ഇങ്ങനെ പോവാണ്, അല്ലെങ്കിൽ ഒരു u എന്നായിക്കോട്ടെ. അതൊരു ചുമരിന് നേരെയാണ് പോകുന്നതെങ്കിൽ ഇതൊരു ഹോൺ അടിക്കുമല്ലോ. ആ ഹോൺ അടിക്കുമ്പോ അതിലെന്തുണ്ട്, ഒരു സോഴ്സ് ഉണ്ട്. അപ്പൊ സോഴ്സ് അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിലൊരു ഡ്രൈവറും ഉണ്ട്. അപ്പൊ ദാ ലിസണർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഹോൺ അടിക്കുന്ന സമയത്ത് ആ ഡ്രൈവർ ആയിരിക്കുന്ന ആളാണ് അവിടുത്തെ ലിസണർ ആയിട്ട് വരുന്നത്. അപ്പൊ ഈ ഹോൺ നോക്കൂ, ഇവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്തത് ന്യൂ എന്ന ഒരു എന്താണെങ്കിൽ ഫ്രീക്വൻസി ആണെങ്കിൽ, ഈ ചുമര് ആ സൗണ്ടിന്റെ ചുമര് റെസ്റ്റിലാണ്. അപ്പൊ നമ്മള് ലിസണർ ആദ്യം നമുക്ക് ഈ ഒരു ചുമരായിട്ട് എടുക്കാം. ഈ ചുമര് ലിസണർ ആയിട്ട് എടുത്താൽ ആ ചുമര് കേൾക്കുന്ന ഫ്രീക്വൻസിയാണ് ആര്, ന്യൂ ഡാഷ് എന്ന് വരിക. ഇനി അടുത്തത് സംഭവിക്കുന്നത്, ഈ ചുമര് ഒരു സോഴ്സ് ആയിട്ട് മാറും, അതിന്റെ ഫ്രീക്വൻസി ന്യൂ ഡാഷ് ആണ്, ആക്ച്വൽ ഫ്രീക്വൻസി പോലെ. ആ ഫ്രീക്വൻസി ഈ കാറിലെ ഡ്രൈവർ ഇവിടെ ഇരുന്നിട്ട് വീണ്ടും കേൾക്കുന്നു, അതാണ് ന്യൂ ഡബിൾ ഡാഷ്. അപ്പൊ ഇവിടെ സൗണ്ടിന്റെ ആക്ച്വൽ ഫ്രീക്വൻസി ന്യൂ ഉണ്ട്, അത് ചുമര് കേൾക്കുന്നത് ന്യൂ ഡാഷും, ആ ന്യൂ ഡാഷിനെ റിഫ്ലക്ട് ചെയ്തിട്ട് സൗണ്ടിന്റെ ആക്ച്വൽ ഫ്രീക്വൻസി ആയിട്ട് ഈ ചുമരിൻ്റെതായിട്ട് മാറി ഇയാൾ കേൾക്കുന്നതാകാം ന്യൂ ഡബിൾ ഡാഷ് ആണ്. അപ്പൊ നമ്മൾക്ക് ഇവിടെ ന്യൂ ഡബിൾ ഡാഷ് കാണണം. ആദ്യം ന്യൂ ഡാഷ് കാണുക, ന്യൂ ഡാഷ് കണ്ടിട്ട് പിന്നെ ന്യൂ ഡബിൾ ഡാഷ് കാണുകയാണ് വേണ്ടത്. അപ്പൊ നോക്കൂ നിങ്ങൾ, ആദ്യത്തെ കേസിൽ ഇവിടെയാണ് സോഴ്സ്, ഇതാണ് ലിസണർ, ഇതാണ് സി വരുന്നത്, അതേ ഡയറക്ഷനിലാണ് യു. ലിസണർ റെസ്റ്റിലാണെങ്കിൽ ന്യൂ ഡാഷിന്റെ ഇക്വേഷൻ വരിക സി മൈനസ് സി എൽ 0 ആയി, സി മൈനസ് യു ഒരേ ഡയറക്ഷനാണ്, ഇൻറ്റു ന്യൂ എന്നാണ് കിട്ടുക. ഇനി ഈ ന്യൂ ഡാഷ് ഈ ലിസണർക്ക് വന്നിട്ട് അയാൾ കേൾക്കുന്നത് ന്യൂ ഡബിൾ ഡാഷ് ആണ്. അപ്പൊ ഇവിടെയുള്ള ഈ ലിസണർ നോക്കൂ, അപ്പോഴും യു വെലോസിറ്റിയിൽ പോയിക്കൊണ്ടിരിക്കുക, ഇങ്ങോട്ടാണ് സി വരുന്നത്. അങ്ങനെയാണെങ്കിൽ സി മൈനസ് സി എൽ ഓപ്പോസിറ്റ്, അപ്പൊ സി പ്ലസ് യു ഡിവൈഡഡ് ബൈ ഈ സോഴ്സ് എന്തിലാണ്, റെസ്റ്റിലാണ്. അപ്പൊ സി
ഇൻറ്റു ന്യൂ ഡാഷ് ആണ്. പക്ഷെ ന്യൂ ഡാഷ് ആരാ? ഇവനാണ്. അപ്പൊ അത് അവിടെ എഴുതിയാൽ സി ഡിവൈഡഡ് ബൈ സി മൈനസ് യു ഇൻറ്റു ന്യൂ എന്നാണ് കിട്ടുക. അതില് ആ സികൾ അങ്ങോട്ട് കട്ട് ചെയ്തു പോകും. ന്യൂ ഡബിൾ ഡാഷ് ഈക്വൽ ടു സി പ്ലസ് യു ഡിവൈഡഡ് ബൈ സി മൈനസ് യു ഇൻറ്റു ന്യൂ എന്നാണ് കിട്ടുക. ഇതേപോലത്തെ ക്വസ്റ്റ്യൻ വന്നാൽ ഇത് ഒറ്റയടി നമുക്ക് ഓർമ്മ വേണം. ന്യൂ ഡബിൾ ഡാഷ് ഈക്വൽ ടു സി പ്ലസ് യു ഡിവൈഡഡ് ബൈ സി മൈനസ് യു ഇൻറ്റു ന്യൂ. ഇത് നമ്മൾ ഇങ്ങനെ പഠിച്ചു വെക്കുന്നത് നിങ്ങൾക്ക് നന്നാവും. ഇനി ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? ഇയാള് ഈ കാറിൽ ഇരിക്കുമ്പോ ആ കാറിന്റെ ഹോൺ അടിക്കുമ്പോ ആ സൗണ്ട് അയാൾ കേൾക്കും. ആ ന്യൂ കേൾക്കുന്നുണ്ട്. പിന്നെ കേൾക്കുന്നത് ഏതാ? ന്യൂ ഡബിൾ ഡാഷ് ആണ്. അപ്പൊ ഈ കാറിൽ ഇരിക്കുന്ന ഡ്രൈവർ രണ്ട് ഫ്രീക്വൻസികൾ കേൾക്കുന്നുണ്ട്. അങ്ങനെ രണ്ട് ഫ്രീക്വൻസി കേട്ടാൽ അവിടെ ബീറ്റ്സിനുള്ള സാധ്യതയുണ്ട്. ആ ബീറ്റ്സിനുള്ള സാധ്യത എന്ന് പറയുമ്പോൾ ന്യൂ ഡബിൾ ഡാഷ് ന്യൂ ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്താൽ മതി. അപ്പൊ നമ്മൾക്ക് അതിന്റെ ആൻസർ കിട്ടും. അങ്ങനെ നിങ്ങൾ ബീറ്റ്സ് ആണ് കാണുന്നതെങ്കിൽ ചെയ്യുന്നത് നോക്കിക്കോളൂ കേട്ടോ. ബീറ്റ്സ് ഡോപ്ലർ എഫക്റ്റ് ഉപയോഗിച്ചിട്ട് ബീറ്റ്സ് കാണേണ്ട ഒരു അവസ്ഥയും കൂടെ നമുക്ക് വരും. അപ്പൊ ഞാന് ആ ബീറ്റ്സ് ആണ് കാണുന്നതെങ്കിൽ എന്തായിരുന്നു നിങ്ങളെ ഇക്വേഷൻ? ന്യൂ ഡബിൾ ഡാഷ് ഈക്വൽ ടു സി പ്ലസ് യു ഡിവൈഡഡ് ബൈ സി മൈനസ് യു ഇൻറ്റു ന്യൂ ആണ്. ആ ന്യൂ ഞാൻ ആദ്യം ഇവിടെ കൊണ്ടുവരും. ഇനി -1 കൊടുക്കണം. അപ്പൊ ന്യൂ ഡബിൾ ഡാഷ് മൈനസ് ന്യൂ ഡിവൈഡഡ് ബൈ ന്യൂ രണ്ട് ഭാഗത്തും -1 കൊടുത്താൽ ഇവിടെ സി പ്ലസ് യു മൈനസ് സി മൈനസ് യു എന്ന് പറഞ്ഞാല് 2u എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ സി മൈനസ് യു എന്ന് വരും. ഇതാണ് നമ്മുടെ എന്തായിട്ട് മാറുന്നത്? ബീറ്റ്സ് ആയിട്ട് മാറുന്നത്. അപ്പൊ 2u ഡിവൈഡഡ് ബൈ സി മൈനസ് യു. ഇനി ഇത് തന്നെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മറ്റൊരു കാര്യം ഇവിടെ യൂസ് ചെയ്യാവുന്നത് ഇതാണ്. ഈ ന്യൂ ഡബിൾ ഡാഷ് മൈനസ് ന്യൂ അതാണല്ലോ ബീറ്റ്സ്. ഡിവൈഡഡ് ബൈ ന്യൂ ഈക്വൽ ടു 2u ബൈ സി എന്ന് എഴുതാം. അത് എഴുതുന്നത് ഈ യുവിനെ നമ്മൾ നെഗ്ലക്ട് ചെയ്യും. കാരണം ആ യു വളരെ ചെറുതായിരിക്കും. ഇപ്പൊ നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ തരുമ്പോൾ ഞാൻ ഈ നെഗ്ലക്ട് ചെയ്യണം നല്ലോണം ശ്രദ്ധിച്ചോളൂ കേട്ടോ. അത് നെഗ്ലക്ട് ചെയ്യണോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക വളരെ സുഖമാണ്. കാരണം നിങ്ങൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും ഒരു കാർ മൂവ് ചെയ്യുന്നത് 4 മീറ്റർ പെർ സെക്കൻഡ്. 4 എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. കാരണം ഈ സി എന്ന് പറയുന്നത് 330 മീറ്റർ പെർ സെക്കൻഡാണ് വരിക. സൗണ്ടിന്റെ വെലോസിറ്റി 330 അല്ലെങ്കിൽ 340 റേഞ്ചിലാണ് വരിക. ആ സമയത്ത് 4, 3, 2, 5, 6 ഇതൊക്കെ ചെറിയ വെലോസിറ്റികളാണ്. അപ്പൊ ഇങ്ങനെ നെഗ്ലക്ട് ചെയ്യേണ്ട ഒരു കേസും കൂടെ വരാം. ആ സമയത്ത് നിങ്ങൾ നെഗ്ലക്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അപ്പൊ നെഗ്ലക്ട് ചെയ്യുന്ന ഒരു പരിപാടി നിങ്ങൾ ആലോചിക്കണം. ഇതും അവിടെ സൂക്ഷിക്കേണ്ടതാണ്. അപ്പൊ ഇതേപോലെ നെഗ്ലക്ട് ചെയ്യുന്നതും അതേപോലെ ഡോപ്ലർ എഫക്റ്റിൽ ബീറ്റ്സ് വരുന്ന മറ്റൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. അത് ഇങ്ങനെയാണ്. ഇപ്പൊ നോക്കൂ, ഇവിടെ ഒരു സോഴ്സ് ഉണ്ട്, ഇവിടെ ഒരു ലിസണർ ഉണ്ട്, ഇവിടെ ഒരു സോഴ്സ് ഉണ്ട്. അപ്പോ ഇയാളുടെ ആക്ച്വൽ ഫ്രീക്വൻസി ന്യൂ1 ആണ്, ഇയാളുടേത് ന്യൂ2 ആണെങ്കിൽ ഇയാൾ അപ്രോച്ച് ചെയ്യുക യു വെലോസിറ്റിയില്, ഇയാൾ മൂവിങ് എവേ ആണ് യു വെലോസിറ്റിയില്. അപ്പൊ ഈ ഒരു കേസ് നമ്മൾ നോക്കുമ്പോ ഇവിടെ സി എന്ന് പറയുന്നത് സോഴ്സ് ടു ലിസണർ, ഇതാണ് സി. ഇവിടെ സി എന്ന് പറഞ്ഞാൽ സോഴ്സ് ടു ലിസണർ, ഇതാണ് സി. അപ്പൊ ഞാന് ആദ്യത്തെ ഒരു ന്യൂ1 ഡാഷ് കാണുകയാണെങ്കിൽ സി മൈനസ് സി എൽ 0 ആണ്, ലിസണർ റെസ്റ്റിലാണ്. ഡിവൈഡഡ് ബൈ ഇവിടെ എന്താ വരിക? സി മൈനസ് യു ഇൻറ്റു ന്യൂ1 ആണ് വരുന്നത്. അടുത്തത് ഇയാൾ കേൾക്കുന്ന വേറൊരു ഫ്രീക്വൻസി ന്യൂ2 ഡാഷ് ഈക്വൽ ടു മൂവിങ് എവേ ആണ്. അപ്പൊ സി ഡിവൈഡഡ് ബൈ സി പ്ലസ് യു ഇൻറ്റു ന്യൂ2. അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യാം? ഇവിടുന്ന് ഇവര് രണ്ടാളുകളെ മൈനസ് ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും? ബീറ്റ്സ് കാണാൻ പറ്റും. അപ്പോ ഈ രീതിയിലൊക്കെ സാധാരണ നമ്മളെ ഡോപ്ലർ എഫക്റ്റിന്റെ ജനറൽ ഇക്വേഷൻ മതി എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ നമ്മളതിൽ പ്രതീക്ഷിക്കേണ്ടത് എന്താണ്? ബീറ്റ്സ് പ്രതീക്ഷിക്കണം നമ്മൾ.
അപ്പോൾ ബീറ്റ്സ് വരുന്ന നേരത്ത് മൈനസ് ചെയ്യേണ്ടി വരും. ആ വരുന്ന സമയത്ത് ചിലപ്പോൾ നെഗ്ലക്ട് ചെയ്യേണ്ടി വരും. നേരത്തെ നമുക്ക് വന്നത് സി മൈനസ് യു എന്നാണ്. ചില കേസുകളിൽ വരും സി സ്ക്വയർ മൈനസ് യു സ്ക്വയർ എന്ന്. അപ്പോൾ ആ യു സ്ക്വയറിനെ നെഗ്ലക്ട് ചെയ്യാം. ആ ഒരു രീതിയിലാണ് ഡോപ്ലർ എഫക്റ്റിന്റെ ക്വസ്റ്റ്യൻസ് വന്നു പോകുന്നത്. അപ്പോൾ ഇതും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ വേവ്സിന്റെ ഇമ്പോർട്ടൻറ്റ് പാർട്സുകളൊക്കെ നമുക്ക് എന്ത് ചെയ്തു പറഞ്ഞു തീർത്തു. ഇതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം കേട്ടോ.